الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله ما شاء الله كان وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله الرحمن الرحيم واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا قرآن بين الله عز وجل حبب إلي من دنياكم ثلاث المرأة والطيب وجعلت قرة عيني في الصلاة أو كما قال سيدنا وحبيبنا رسول الله لأمك حق لو علمت كبير كثيرك يا هذا لديك يسير وكم وصلت عنك الأذى بيمينها وما عذرها إلا لديك سرير لأمك حق لو علمت كبير كثيرك يا هذا لديك يسير وكم وصلت عنك الأذى بيمينها وما حجرها إلا لديك سرير وتفديك مما تستكي بنفسها ومن ثديها إلا لديك نمير فدونك فرط في عميم دعائها وأنت لما تدعو إليه فقير وعلموا يا أمة سيدنا محمد സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ കൊണ്ട് നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കട്ടെ. ഇതിന്റെ പകരം അവന്റെ മഗ്ഫിറത്തിന്റെയും റഹ്മത്തിന്റെയും അനുഗ്രഹീത സങ്കേതമാകുന്ന വിശുദ്ധ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹീതരായ അടിമകളിൽ കൊണ്ടും നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ പരിശുദ്ധമായ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നോ ആ ലക്ഷ്യം നിശ്ചയിച്ചതിനേക്കാൾ ഉപരി വിജയത്തിലെത്തിക്കൊണ്ട് സന്തോഷത്തോടെ ഈ പരമ്പരയ്ക്ക് ഈ മജ്‌ലിസിന്റെ പരിസമാപ്തി കുറിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിവന്ദ്യരും ബഹുമാന്യരും അനുഗ്രഹീതമായ നഗരൂർ മുസ്ലിം ജമാഅത്തിലെ നൂറുകണക്കിന് വരുന്ന വിശ്വാസികളെ ആത്മീയമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിന്റെ ആത്മീയ രക്ഷകനും തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹീത മുദരിസും ബഹുമാന്യനായ ഇമാമും അനുഗ്രഹീത ഉസ്താദുമായ അബ്ദുൽ ഹക്കീം മൗലവി അവരുകളെ, ബഹുമാന്യനായ ഉസ്താദും അനുഗ്രഹീത ഇമാമുമായ ബഹു ബഷീർ മൗലവി അവരുകളെ, എന്റെ നല്ല സുഹൃത്തും അല്ലാഹുവിന്റെ ദീനിന്റെ ഉലൂമുകളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു സമയം ചെലവഴിച്ചിരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്തും കണിയാപുരം സ്വദേശിയുമായ ബഹു റിയാസ് മൗലവി അവരുകളെ, ഈ മഹനീയ വേദിയിൽ ഉപവിഷ്ടരായ നല്ലവരായ പിതാക്കളെ, സ്നേഹനിധികളായ ഉമ്മമാരെ, നിഷ്കളങ്കരായ സഹോദരിമാരെ, ദീനിന്റെ കാവൽ വിളക്കുകളാകുന്ന യുവ സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, കൊച്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മതസ്പർദ്ധകളാൽ വൈരം തീർക്കപ്പെടാത്ത തലത്തിൽ വളരെ ഐക്യത്തോടെയും സംയമനത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നല്ലവരായ ഇതര മതാനുയായികളുടെ സംഗമ ഭൂമികയായ ഈ അനുഗ്രഹീത നാട്ടിൽ നല്ലവരായ ഇതര മതാനുയായികൾ ആരെങ്കിലും ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമർപ്പണത്തിന്റെ, മാനുഷിക മൂല്യങ്ങൾക്ക് അർഹിച്ച് വില കൽപ്പിക്കുന്ന മതമായ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിലെ കുടുംബം ഇത് ആശയമാക്കപ്പെടുമ്പോൾ നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതരായ ഈ നഗരൂർ മുസ്ലിം ജമാഅത്തിന്റെ കർമ്മോത്സുകരായ ഭാരവാഹികളും നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത ഇമാമും എന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ വിഷയം, വിശാലമായ വിഷയത്തിന്റെ ഭാര്യ ഭർത്തൃ മേഖലകളുടെ ബാധ്യതകൾ ചർച്ച ചെയ്യണം എന്നാണ് തീരുമാനിച്ച് ഉത്തരവാദിത്വം എന്നെ അറിയിച്ചത്. അത് പ്രകാരം ഈ വിശാലമായ വിഷയത്തിന്റെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ ചില ഭാഗങ്ങളിലൂടെയാണ് ഇന്നത്തെ ചർച്ച. ബാക്കി നാളെ. അതിനു മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വളരെ വിശാലമായ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മണ്ണിൽ നേരത്തെ ഈ അടുത്തകാലം പരിപാടി നിശ്ചയിച്ചിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ നേരത്തെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇല്ലാത്ത ഒരു നാട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കപ്പെടുമ്പോ ദീനിയായ ഉലൂമകളാണ് ഇതിന്റെ മർമ്മമെങ്കിലും മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് അറിയാം, ആർക്കും അറിയാം. ഇതല്ലേ അനുഗ്രഹീതമായ നമ്മുടെ തക്യാവ്, നഗരൂർ മുസ്ലിം ജമാഅത്തിന് അല്ലാഹു തആല വരദാനമായി തന്നിരിക്കുന്ന ഒരു തക്യാവ്. ഈ നാട്ടുകാർ അനുഭവിക്കുന്ന ഈ തക്യാവിന്റെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരിക്കുന്നവർ മുഴുവനും അനുഭവിക്കുന്ന എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ, എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, എന്തൊക്കെ അപകടങ്ങളിൽ നിന്നവരൊക്കെ രക്ഷപ്പെടുത്തപ്പെടുന്നുണ്ടോ, അതിന്റെ മുഴുവന്റെയും ക്രെഡിറ്റ് നൽകപ്പെടേണ്ട അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ ഭവനം. പക്ഷേ ഇന്നത്തെ 2013 അധുനാധുന വിശ്വാസികളുടെ ജീവിക്കുന്ന മണ്ണുകളിലേക്ക് കടന്നു ചെന്നാൽ ഇത്തരത്തിലുള്ള പള്ളികൾ വളരെ കുറവായിരിക്കും. കാരണം അതിന് മാത്രം ഒരു ശോച്യാവസ്ഥയിലാണ് നമ്മുടെ പള്ളി. എന്തേ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു ചർച്ച വരാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയും എന്റെ സഹോദരങ്ങളോട് നിങ്ങളുടെ ധർമ്മം എന്ന തരത്തിൽ ഞാൻ ചോദിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇത്ര പോലും ഇല്ലാത്ത പള്ളികളെ മോടി പിടിപ്പിക്കാനും മദ്രസകളും തക്യാബുകളെയും പുനർനിർമ്മിക്കാനും അതിനെ അലങ്കാരമാക്കാനും അതിനെ മനോഹാരിതമാക്കാനും വേണ്ടിയിട്ട് കേരളക്കരയിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസികൾ വല്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് നമ്മുടെ പള്ളി ഇങ്ങനെ, നമ്മുടെ വീടുകളോ
നമ്മുടെ ഭവനങ്ങളോ നമ്മുടെ കെട്ടിടങ്ങളോ നമ്മുടെ മറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് നോക്കിയേ, ഇത്തരത്തിലേക്ക് മാറുന്ന ഈ ശോച്യാവസ്ഥയിലേക്ക് വിടുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ? കടം വാങ്ങിയെങ്കിലും നമ്മൾ നിർമ്മിക്കാറുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ ഭവനം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്നെക്കാളുപരി ഈ തഖ്യാവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ധർമ്മം എന്ന തരത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരുടെ ഉത്തരവാദിത്വം എന്ന തരത്തിൽ എനിക്ക് പറയാനുള്ളത്, വേണമെങ്കിൽ അള്ളാഹ് ഇത് സുന്ദരമാക്കി മാറ്റാം. ഒരുപക്ഷെ നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ നീയത്തോടു കൂടി ലക്ഷ്യമാക്കപ്പെട്ട ഈ 3 ദിവസത്തെ വാഴ പരിപാടികളിലൂടെ നമ്മുടെ ധർമ്മമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പള്ളിക്ക് ഈ തഖ്യാവിന് വേണ്ടത് എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകാൻ നമ്മൾ തയ്യാറായിട്ടില്ലേ? ഒരുപക്ഷെ ആ ഒരു തൗഫീക്ക് നമ്മിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റിയേക്കാം. അള്ളാഹു അതിന് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും ഒക്കെ തിരഞ്ഞെടുത്തേക്കാം. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ദുനിയാവിലും ആഖിറത്തിലും വിലമതിക്കാനാകാത്ത ഒരു അനുഗ്രഹമായിരിക്കും, ഒരു തൗഫീഖായിരിക്കും, ഒരു ഭാഗ്യമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അള്ളാഹു അത്തരം ഗതികേടുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഒരു ലക്ഷ്യത്തോടെയായിരിക്കണം ഈ 2 ദിവസവും ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടി ഈ മജ്‌ലിസിൽ നിന്ന് പിന്തിരിയേണ്ടത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആമുഖമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉണർത്തുന്നു. ഈ പള്ളിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. കാരണം ഒരറ്റത്ത് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന്റെ കുത്തഴിഞ്ഞ ശൈലികളും പച്ചയായ വഞ്ചനകളും കണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു പിടി കയറിന്റെ മുമ്പിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ജീവിതം പോലും ഹോമിച്ചു കളയാനും ആത്മഹത്യ ചെയ്യാനും കൊതിച്ചു നിൽക്കുന്ന തരത്തിൽ ഒരു പറ്റം ഭർത്താക്കന്മാർ ജീവിതത്തിന്റെ ധർമ്മം എന്തെന്നറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മറുവറ്റത്ത് ഭാര്യമാരുടെ പച്ചയായ ജീവിതത്തിന്റെ മോശത്തരങ്ങൾ കണ്ടും പെരുമാറ്റങ്ങൾ കണ്ടും സഹിക്കാൻ കഴിയാതെ മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ചെറുപ്പക്കാര് ജീവിതം തന്നെ തുലച്ചു കളഞ്ഞാലോ നാട് വിട്ടു കളഞ്ഞാലോ എന്ന് പോലും ചിന്തിക്കുന്ന ഗതികേടിലാണ് കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങളും. ഒരറ്റത്ത് ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ ജീവിതം കണ്ട് സഹിക്കാൻ വയ്യാതെ ഗതിമുട്ടി ജീവിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ ജീവിതം കൊണ്ട് സഹിക്കാൻ കഴിയാതെ നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയേണ്ട 2 മേഖലകളാണ് ഭാര്യ പദം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണിന്റെ കർത്തവ്യവും ഭർത്തൃപദം അലങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭർത്താവ് പദം അലങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന പുരുഷന്റെ ഉത്തരവാദിത്വം. പക്ഷേ ദൗർഭാഗ്യവശാൽ സച്ചരിതരായ അല്ലെങ്കിൽ നമ്മുടെ വഴികാട്ടികളായ നമുക്ക് ജീവിതം എന്തെന്ന് പഠിപ്പിച്ചു തന്ന ഒരു 10 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ മണ്ണുകളിൽ നിന്ന് മണ്ണറക്കൂട്ടുകളിലേക്ക് നഗരൂർ മുസ്ലിം ജമാഅത്തിന്റെ ചാരത്തുള്ള 100 കണക്കിന് വരുന്ന വിശ്വാസികൾ വിശ്രമിക്കുന്ന മണ്ണറക്കൂട്ടിന്റെ ഉള്ളറയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട പിതാക്കൾ, വിവരം കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞ കേവലം കർഷകരും വിയർപ്പിന്റെ നറുമണം കൊണ്ട് അനുഗ്രഹീതമായ ആ ഭാഗ്യമുള്ള ബാപ്പമാരും ഉമ്മമാരും ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ സുന്ദരമായ ചുറ്റുപാടുകൾ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ ആധുനിക യുഗത്തിന് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം വിവര സാങ്കേതികതയുടെ 100% അവകാശപ്പെടാൻ പര്യാപ്തരായിട്ടാണ് 2013 അധുനാധുന മനുഷ്യ മക്കൾക്ക് അല്ലാഹു വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയും പുരോഗതിയും നൽകി വരദാനമായി അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും ലോകത്തിന്റെ പടവുകളെ ചകിട്ടിമതിച്ചവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരായി അധുനാധുന മനുഷ്യൻ മാറുമ്പോ, കേരളക്കര മാറുമ്പോ 100% അഭ്യസ്ത വിദ്യരുടെ മാന്യത നടിക്കുന്നവരായി ഈ കേരളക്കരയിലെ ഇന്നത്തെ മനുഷ്യ വിഭാഗം മാറുമ്പോ തകർന്നു പോയത് ബെഡ്റൂമിന്റെ ഉള്ളറയിലെ ജീവിത സുഖങ്ങളാണ്. സുന്ദരമായി ജീവിക്കേണ്ട ജീവിതത്തിന്റെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സുന്ദരമായ വിശ്വാസ്യതയാണ് എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടു പോയത്. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതമായ പള്ളിയിലെ സേവകർ, പള്ളി പരിപാലനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരും നിങ്ങളുടെ ആത്മീയ അധ്യക്ഷനും നാട് കണ്ടറിഞ്ഞുകൊണ്ട് കാലം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിഷയവുമായി എന്റെ മുമ്പിലേക്ക് എത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം നിഷ്കർഷിച്ച ഭാര്യ? എന്താണ് ഇസ്ലാം പറഞ്ഞ ഭർത്താവ്? ഇതാണ് ഇന്നത്തെ ചർച്ച. നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർക്കും ഇമാമിനും അടക്കം പള്ളിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ദീനിയായ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് സമയം തികയുന്നില്ല. പക്ഷെ അവരുടെ മുമ്പിൽ പള്ളിക്കാര്യം പോലും ചർച്ച ചെയ്യാൻ കഴിയാത്ത വിധം ത്വലാഖുകളും അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് നിരാശകൾ കൊണ്ടുപോയി ഭർത്താവിന്റെയും ഭാര്യയുടെയും പരസ്പരമുള്ള ചതിയും വഞ്ചനയും കൊണ്ട് സഹിക്കാൻ കഴിയാത്തവരുടെ ഒരുപാട് ആവലാതികളാണ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റികളുടെ ഓഫീസുകളിൽ കൂട്ടുകൂടി കുമിഞ്ഞുകൂടുന്നതെങ്കിൽ
ഇത് മുസ്ലിമിന് ചേർന്ന പണിയല്ല. ഇത് കേവലം സമുദായം അനുഭവിക്കുന്ന പ്രശ്നമല്ല. ഇത് കേവലം നഗരൂര് മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല. ഇത് സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചു പോയ വല്ലാത്തൊരു മൂല്യച്യുതിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെയാണ് ഈ വിഷയം ശ്രമിക്കേണ്ടത്. ആരാണ് ഭാര്യ? കേവലം കറിയിൽ ഒരൽപ്പം ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ഭിത്തിയിലേക്ക് ഒട്ടിച്ചു ചേർക്കി വെക്കേണ്ട കേവലം ഒരു യന്ത്രമാണോ പെണ്ണ്? അല്ലെങ്കിൽ ഭാര്യ? എങ്ങനെ നബിത്തങ്ങൾ ഇവളെ കൊണ്ടു നടന്നത്? ഇവളെ എങ്ങനെ കൊണ്ടു നടക്കണമെന്നാണ് നബിത്തങ്ങൾ പഠിപ്പിച്ചത്. അവളിൽ നിന്ന് എന്തെങ്കിലും പെരുമാറ്റത്തിൽ അപാകതകൾ ഉണ്ടാകും, തീർച്ച. ആ അപാകതകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അവളോട് പെരുമാറണം? പള്ളി കമ്മിറ്റിക്ക് ലെറ്റർ കൊടുക്കണോ? കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണോ? കൗൺസിലിംഗിനെ വിധേയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ ബെഡ്റൂമിലെ രഹസ്യങ്ങൾ വെളിവാക്കണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ലെറ്ററുകൾ അടിക്കണോ? അതല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ വേദനിപ്പിക്കണോ? ഇവിടെ ഇസ്ലാം എന്താണ് നിഷ്കർഷിക്കുന്നത്? ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നബി ഭാര്യമാരെ കണ്ടു? എങ്ങനെ നബി തങ്ങൾ ഭാര്യമാരെ കണ്ടു? എന്തിനാ 11 ഭാര്യമാർ നബിക്ക്? എന്തിനാ 9 ഭാര്യമാർ നബിക്ക്? അല്ലേ? 9 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 11 ഭാര്യമാരുണ്ടായിരുന്നു. എന്തിനാ നബി തങ്ങൾക്ക് ഇതൊക്കെ? നമ്മളെ പഠിപ്പിക്കാന്, ഭർത്താക്കന്മാരെ മനസ്സിലാക്കാന്. 9 ഭാര്യമാരോട് നബി തങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത്? 9 ഭാര്യമാരിലൂടെ ലോകത്തുള്ള പെണ്ണുങ്ങളുടെ പ്രകൃതികളാണ് നബി തങ്ങൾക്കെന്ന മനസ്സിലാക്കി കൊടുത്തത്. 11 ഭാര്യമാരിലൂടെ ലോകത്തുള്ള പെണ്ണുങ്ങളുടെ അഭിരുചികളും വ്യത്യസ്തമായ ജീവിതത്തിന്റെ മോഹ ശൈലികളുമാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്. അതിലൂടെ നബി തങ്ങൾ 11 ഭാര്യമാരോടും എങ്ങനെയാണ് ഭർത്താക്കന്മാർ, ലോകത്തുള്ള ഭർത്താക്കന്മാര് പെരുമാറേണ്ടതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ അജയ്യനായ നായകൻ ലോകത്തെ പഠിപ്പിച്ച പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഈ ഭൂമി മണ്ണിലെ 63 സംവത്സര കാലത്തെ ജീവിതത്തിനിടയിൽ നബി തങ്ങൾ മോഹിച്ചത് എന്താണെന്നറിയോ? എന്താ നബി മോഹിച്ചത്? ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അനുഗ്രഹീതതയുടെ ദാതാവായ ലോകത്തിന്റെ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ത് നഗരൂരുകാർ സലാം പിന്നിലാണോ ഉസ്താദേ? എല്ലായിടത്തും നല്ല ഉഷാറായിട്ട് സലാം പറയും. മക്കളെ, യുവാക്കളൊക്കെ ഇരുന്നിട്ട് ഒന്ന് പ്രചോദനം കൊടുത്തേക്ക്. നബിയുടെ പേര് കേൾക്കുമ്പോ ഇങ്ങനെ പറ്റില്ല. എല്ലായിടത്തും നല്ല ഉഷാറായ എല്ലാവരും, എല്ലാ സ്ഥലത്തും. അടുത്ത് ചാത്തന്നൂരും അതുപോലെ തന്നെ നമ്മളിവിടെ ആലങ്കോട് അടുത്തൊക്കെ വന്നിട്ട് എന്തോ ഒരു ബഹളോരെന്ന് പറയും. ബഹളം എന്ന് പറഞ്ഞാൽ നബിയുടെ സ്വലാത്ത് കൊണ്ടുള്ള ആവേശം നമ്മളായിട്ട് കുറയ്ക്കരുത്. ലോകത്തിന്റെ അജയ്യനായ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ആവേശത്തോടെ ഈ സ്വലാത്തുകൾ ഈ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ ചൊല്ലുമെങ്കിൽ മഴയൊക്കെ മാറി തരും. നിങ്ങൾ കണ്ടറിഞ്ഞു. നിങ്ങളെ സ്വലാത്തുകൾ ആവേശമായി മാറിയ സ്വലാത്തുകൾ പന്തൽ വിരിക്കും ഈ മജ്ലിസിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ആ നബി തങ്ങൾ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും ആ നബി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഭർത്താക്കന്മാരോട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഭൂമി മണ്ണിൽ നിന്ന് എനിക്ക് പണത്തോട് മോഹമില്ല, എനിക്ക് വലിയ ടവറുകളോട് മോഹമില്ല, വലിയ ഫ്ലാറ്റുകളോട് മോഹമില്ല, നിങ്ങളെ ദുനിയാവിന്റെ സുഖലോലുകളോട് എനിക്കൊട്ടും മോഹമില്ല, നിങ്ങളെ ദുനിയാവിന്റെ മണ്ണ് ഞാൻ കൊതിക്കുന്നില്ല. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും നഗരൂരുകാരോട് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ അജയ്യനായ നേതാവ് മുഹമ്മദ് മുസ്തഫ ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റൂഹൻ ഗൈറ മുൻഹദിബി لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين
വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ നബിതങ്ങളുണ്ടല്ലോ, ഈ നബിതങ്ങളുടെ 63 സംവത്സര കാലത്തെ ജീവിതത്തിനിടയിൽ ഈ ഭൂമി മണ്ണിൽ നിന്ന് നബിതങ്ങൾ മോഹിച്ചത് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് കേൾക്കണോ? നഗരൂരിലുള്ള അനുഗ്രഹീത ഭർത്താക്കന്മാർക്ക് കേൾക്കണോ? അവിടുന്ന് ഭൂമി മണ്ണിൽ നിന്ന് പെണ്ണിനും, അവിടുന്ന് ഭൂമി മണ്ണിൽ നിന്ന് പണത്തെ മോഹിച്ചില്ല, അവിടുന്ന് സുഖലോലുപതയെ മോഹിച്ചില്ല, അവിടെ ആകാശത്തോളം ഉയർത്തിപ്പൊക്കുന്നതിനെ മോഹിച്ചിട്ടില്ല, അവിടുത്തെ മുമ്പിലിരുന്നു കൊണ്ട് വല്ലാതെ പുകഴ്ത്തി പറയുന്നതിന് അവിടുന്ന് മോഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിച്ച നബിതങ്ങൾ ഈ ഭൂമി മണ്ണിൽ നിന്ന് മോഹിച്ചത് ഏത് നബിയുടെ മോഹമാണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യവുമായി തമസിന്റെ ഉള്ളറയിൽ ജീവിച്ചിരുന്ന, കുഫ്രിയത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചിരുന്ന മക്കയിലെ കുഫാറുകളുടെ മുമ്പിലേക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു ചെന്നുകൊണ്ട് സ്വർഗത്തിന്റെ അവാച്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതികളിലേക്ക് ഏതൊരു സമൂഹത്തെ കൈപിടിച്ചുയർത്തപ്പെട്ടുവോ, ഏതൊരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ നിയോഗിക്കപ്പെട്ടുവോ, ആ സമൂഹത്തിന്റെ കരങ്ങളാൽ തന്നെ പീഡനത്തിന് വിധേയപ്പെടേണ്ടി വന്ന നബിതങ്ങൾ, ആ പീഡനം കൊണ്ട് നബിതങ്ങൾ തങ്ങളുടെ വരിക്കനുസരിച്ച് നീങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവസാനം മാനസികമായ പീഡനത്തിന് വിധേയപ്പെടുത്തി നോക്കി നബിതങ്ങളെ. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനാധിഷ്ഠിതമായ ദൗത്യത്തിൽ നിന്ന് കാലിഞ്ച് പോലെ നബിതങ്ങളെ പിന്തിരിപ്പിക്കാൻ മാനസികമായ ശാരീരികമായ പീഡനം കൊണ്ട് ഇവർക്ക് സാധിച്ചില്ല എങ്കിൽ അവസാനം ഇവർ ചെയ്ത പണി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അബൂജഹൽ അടക്കമുള്ള, ഉത്ബത്തടക്കമുള്ള, ശൈബത്തടക്കമുള്ള, അബ്ബാസ് ബിൻ മിർദാസ് അടക്കമുള്ള കൊലകൊല്ലന്മാര് നബിതങ്ങളെ സമീപിക്കുന്നു, കുത്തക മുതലാളിമാര് നബിതങ്ങളെ സമീപിക്കുന്നു, മക്കയിലെ കിരീടം ചൂടാത്ത രാജാക്കന്മാര് നബിതങ്ങളെ സമീപിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ആദർശത്തിൽ നിന്ന് നിനക്ക് പിന്മാറാമോ? നിന്റെ ആദർശം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? നീ പണമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ നിനക്ക് ദിർഹമുകളുടെ കൂമ്പാരങ്ങൾ നിന്റെ മടിത്തട്ടിലേക്ക് തട്ടിത്തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല നീ മോഹിക്കുന്നത് അധികാരത്തിന്റെ ചെങ്കോലുകളാണെങ്കിൽ ഈ മക്കയിലെ അധികാരത്തിന്റെ ചെങ്കോല് നിന്റെ കയ്യിലേക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങളാണ് മോഹിക്കുന്നതെങ്കിൽ ആകാശത്തോളം ഉയർത്തപ്പെടുന്ന മോഹങ്ങളും സ്ഥാനങ്ങളും നിനക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറുമോ മുഹമ്മദേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമാണ് ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ദൗർബല്യമെങ്കിൽ, പണത്തിന്റെ പേരിലാണ് കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, പണത്തിന്റെ പേരിലാണ് പള്ളിയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുന്ന ലാഘവത്തോടെ കാണുന്ന കിരാതമായ അതിക്രമങ്ങൾ അധുനാതന മനുഷ്യന്റെ സംസ്കാരമാക്കി മാറ്റപ്പെടാനുള്ള കാരണം പണം ദൗർബല്യമായതിന്റെ പേരിലാണെങ്കിൽ, പണത്തിന്റെ പേരിലാണ് നിരപരാധികൾ അപരാധം ചേർത്തപ്പെട്ട തരത്തിൽ കരിങ്കൽ തുറങ്ങളിൽ പോലും അടയ്ക്കപ്പെടുന്നതെങ്കിൽ, പണത്തിന്റെ പേരിലാണ് കുടുംബബന്ധങ്ങളും അയൽവക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ചുമതല ചെയ്യപ്പെടുന്നതെങ്കിൽ, ആ നബിതങ്ങളെ കണ്ടറിഞ്ഞ് ജീവിച്ചോ പ്രിയപ്പെട്ടവരെ? നബിതങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മക്കയിലെ കുഫാരികളോട് വിളിച്ചു പറഞ്ഞു, എന്റെ വലത് കൈത്തലമെങ്ങാനും നീട്ടിക്കൊടുത്തിട്ട് ആകാശ ലോകത്ത് വെട്ടിത്തിളങ്ങുന്ന സൂര്യബിംബത്തെ എന്റെ വലത് കൈയിലൊന്ന് തരുമോ അല്ലാ എന്ന് ഞാൻ എന്റെ യജമാനനായ റബ്ബിനോട് ചോദിച്ചാൽ, എന്റെ ഇടത് കൈത്തലമെങ്ങാനും നീട്ടിപ്പിടിച്ചുകൊണ്ട് 14-ാം രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളതയുടെ ചാരുതയുടെ സൗരഭ്യത്തിന്റെ പ്രതിബിംബമായ ചന്ദ്രബിംബത്തെ എന്റെ ഇടത് കൈയിലൊന്ന് തരുമോ അല്ലാ എന്നെങ്ങാനും ഞാൻ യജമാനനായ എന്റെ റബ്ബിനോടൊന്ന് ചോദിക്കേണ്ട താമസം ഈ പ്രപഞ്ചം മുഴുവനും എന്റെ അധീനതയിൽ അല്ലാഹു തആല ആക്കി തരും. അതിന് മാത്രം എനിക്ക് ഈ ഭൂമി മണ്ണ് അല്ലാഹു തആല വിധേയപ്പെടുത്തി തരുമ്പോ പിന്നെ എനിക്കെന്തിനാണ് നിങ്ങളുടെ ദുനിയാവിന്റെ അധികാരത്തിന്റെ അപ്പകഷണങ്ങൾ? എനിക്കെന്തിനാണ് നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ? എനിക്കെന്തിനാണ് നിങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന ദിർഹമുകളുടെ കൂമ്പാരങ്ങൾ? എനിക്ക് വേണ്ട. നിങ്ങളെ ഭൂമിയിൽ നിന്ന് അതൊന്നും ഞാൻ കൊതിക്കുന്നില്ല. ഇല്ലാ മിൻ മൂന്ന് വസ്തുക്കൾ മാത്രം, വേറെ ഒന്നും ഞാൻ മോഹിക്കുന്നില്ല. എനിക്കൊന്നും വേണ്ട. നിങ്ങളെ ഭൂമി മണ്ണിൽ നിന്ന് ആകെ ഞാൻ കൊതിക്കുന്നത് 3 വസ്തുക്കളാണ്. ആ സഹോദരിമാരെ അതിനകത്ത് ഇരുത്തിയാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഇതിനകത്ത് കിടന്ന് ഇടിക്കും. ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ അവർക്ക് മാറ്റി ഇരുത്തേണ്ടി വരും. സാഹചര്യം തിരിയോന്ന് എനിക്കറിയില്ല.
ഇതെങ്ങനെ ഇരുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ മാത്രമേ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടു ഈ ഭൂമി മണ്ണിൽ നിന്ന്. ഏതാ 3 കാര്യങ്ങൾ എന്നറിയോ? ഇവിടെയായി വിശേഷിച്ചിട്ട് പൊള്ളണത് ഞാൻ സഹോദരിമാരോടത്തോട്ട് കടന്നു വരുന്നേയുള്ളൂ. ഒന്നാമത്തത് അൽ മർഅ. നബി തങ്ങൾ പറഞ്ഞതാണ്, എന്റെ വൈകാരിക ശമനത്തിന് വേണ്ടി എനിക്ക് അല്ലാഹു വരദാനമായി തന്നിരിക്കുന്ന എന്റെ ഭാര്യമാർ ഭൂമി മണ്ണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു. അപ്പൊ ഒന്നാമത്തെ വസ്തു അവർക്കത് പറയാം, കാരണം പെണ്ണെട്ടിട്ടില്ലല്ലേ? ഉണ്ടോ? ഇല്ല. ശരി, അല്ലാഹു നല്ല ഇണകളെ തന്നെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ചെറുപ്പക്കാർ വേണം ഇവിടല്ലേ പരിപാടിക്ക് യുവാക്കളൊക്കെ. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വസ്തു അൽ മർഅ, പെണ്ണ്. ഏത് പെണ്ണ്? നമ്മളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉമ്മയാണെങ്കിൽ ഉമ്മ, സഹോദരിയാണെങ്കിൽ സഹോദരി. ഭാര്യയുടെ തൊലിവെളുപ്പ് കാണുമ്പോ ഉമ്മമാരെ തള്ളുന്ന മക്കൾ ശ്രദ്ധിച്ചോ? അതുപോലെ തന്നെ ഭാര്യയുടെ തലയണ മന്ത്രം കൂടുമ്പോഴത്തേക്ക് സഹോദരിമാരെ ആട്ടിപ്പുറത്താക്കുന്ന സഹോദരങ്ങളും ശ്രദ്ധിച്ചോ? ഇതെല്ലാം വേണം. ഭാര്യയും വേദനിപ്പിക്കാൻ പറ്റൂല, നബിക്ക് പൊള്ളും. ഉമ്മയെയും വേദനിപ്പിക്കാൻ പറ്റൂല, നബിക്ക് പൊള്ളും. സഹോദരിയെയും വേദനിപ്പിക്കാൻ പറ്റൂല, നബിക്ക് പൊള്ളും. നബിക്ക് പൊള്ളിയാൽ നഷ്ടം വരണ എവിടെയെന്നറിയോ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദത്തിൻ ഇല്ല ഇസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. വെളിപ്പാടകലെ മഹ്ശറ. ധാരവാക്ക, എന്റെ വാക്കൊന്നുമല്ല. 6666 വരുന്ന ആയത്തുകളുടെ സമഞ്ജസ സമ്മേളനമായ വിശുദ്ധ ഖുർആൻ 3,21,180 പരം വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്ത് ബുദ്ധി കൊണ്ട് അനുഗ്രഹീതരായ മാനവകുലത്തിന്റെ മനുഷ്യരാശിയുടെ ബൗദ്ധിക തലങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ലോകത്തെ വിശ്വാസികളുടെ ആദർശിക്കുകയും സമൂലം സമസ്ത മനുഷ്യന്റെ ഭരണഘടനയുമായ വിശുദ്ധ ഖുർആനായ എന്നോട് നിങ്ങളോട് സുന്ദരമായി താക്കീത് തരുന്നത് വെളിപ്പാടകലെ അന്ത്യനാൾ തൊട്ടടുത്ത മഹ്ശറ. എന്താ അത്? നാളെ പറയാം. നാളെ നമ്മളെ വിഷയം അതല്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഈ മഴയത്തെ വിഷയം വേണ്ട, വിഷയം ഇച്ചിരി പൊള്ളു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നബിയെ മാനിച്ചില്ലേ? നമ്മളെ ഭാര്യമാരെ നമ്മൾ വേദനപ്പെടുത്തിയാലും സഹോദരിമാരായാലും ഉമ്മമാരായാലും പെൺമക്കളായാലും അവരെ വേദനിപ്പിച്ച നബി തങ്ങൾ ഈ ഭൂമി മണ്ണിലെ ആകെ ഇഷ്ടപ്പെട്ട വസ്തു അത് മാണിക്യം. നബി അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ. എന്റെ ഭാര്യക്ക് സൗന്ദര്യം അതെ, പിന്നെ അതെന്തൊരു മാണിക്യം എന്നൊന്നും ചോദിക്കണ്ട, നമുക്ക് നിശ്ചയിച്ച ഇണയാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാണിക്യമാണ്, കൊണ്ട് നടന്നേ പറ്റൂ. ഒന്നാമത്തെ വസ്തു അൽ മർഅ, പെണ്ണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് അപമര്യാദയായി പെരുമാറുന്ന തരത്തിലുള്ള 1-2 ചെറിയ വിഷയങ്ങൾ വന്നു. നമ്മളെ സാധാരണ നമ്മളെ ഭാര്യമാര് ചെയ്യും പോലെയൊന്നുമല്ല, കൊഞ്ഞനം കാണിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ള വർത്താനമൊന്നുമല്ല. പിന്നെയോ നമ്മളെ ഭാര്യമാരെ അടിയിട്ടുന്ന വർത്താനേ പറയൂ. ഇവിടുത്തെ സഹോദരിമാർ അങ്ങനെയല്ലല്ലോ, അല്ലേ മക്കളെ? അല്ലേ? നിങ്ങളാണ് എന്റെ പ്രചോദനം. അങ്ങനെയൊന്നുമല്ല, കാരണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, നാളെ പറഞ്ഞ വണ്ടിയുടെ ഗ്ലാസ്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നുമല്ല, 1-2 ചെറിയ പ്രശ്നങ്ങള് ഇത് വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ് കണ്ടുവന്നു. ഉടനെ നബി തങ്ങളോടാണ്, പെണ്ണെ നിന്റെ ഈ പെരുമാറ്റം എന്ന് ചോദിച്ചുകൊണ്ട്, ആരാണ് നിന്റെ ഭർത്താവ് എന്നറിയുമോ? ആ ഭർത്താവിനോട് ഇങ്ങനെയാണോ നീ പെരുമാറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളാകുന്ന നബി തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ശകാരിച്ചുകൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവിന്റെ ധർമ്മം നമ്മളെന്താ പറയാ? മാമ കൊടുത്തേക്ക്, നന്നായിട്ട് 4 എണ്ണം ശരിക്കും കൊടുത്തേക്ക്. ഇവള് എന്റെ തല്ലുകൊണ്ട് മടുത്തിരിക്കുക, ഞാൻ ഇനി മാമായിയുടെ കൈകാര്യം ചെയ്യാം, അങ്ങനെയെങ്കിലും തീർന്ന് ഞാൻ രക്ഷപ്പെടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു, അരുത് അബൂബക്കർ, ഇവരിങ്ങനെ ഇവരെ വിട്ടേക്ക്.
തൊടാൻ നബി സമ്മതിച്ചില്ല. നബി നല്ലതുപോലെ പെരുമാറി ജീവിച്ചു. ആ ഭാര്യമാര് ആ നബിത്തങ്ങൾ കാണിച്ചെന്ന മാതൃകയിൽ നിന്ന് നമ്മളെ ഭാര്യമാര് ഉപ്പ് കുറഞ്ഞതിന്റെ പേരിലും ആവശ്യമില്ലാത്ത സംശയങ്ങളും ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും ഉസ്താദ് എന്ന് ചിലപ്പോൾ നഗരൂരുകാർക്ക് തോന്നിയേക്കാം, ചിലപ്പോൾ നമ്മൾ ഉണ്ടായെന്ന് വരില്ല. പച്ചയായി വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത സമയത്ത് നമ്മുടെ ചുറ്റുവട്ടം പ്രദേശം പോത്തങ്കോടിന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് വിഷമത്തോടെ പറയുകയാണ്, ഉസ്താദേ ദുആ ചെയ്യണം, പച്ചയായിട്ടാണ് എന്റെ ഭർത്താവിനെ വഞ്ചിക്കുക. ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ സഹിക്കുമോ? ഇതൊന്നും വരാൻ പാടില്ലാത്തതിന് വേണ്ടി മാത്രം ഞാൻ വിവരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആ ഭാഗമൊന്നും നിങ്ങളോട് പറയുന്നില്ല. ആ സഹോദരി പറയേ എന്റെ ഭർത്താവ് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞ പൊന്നുമോളെ, ഒരുപക്ഷെ നിന്റെ സംശയങ്ങളായിരിക്കാം. ഇല്ല ഉസ്താദേ, പാതിരാത്രി 10 മണി 10:30 മണി 11 മണി ഗൾഫ് ലോകവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു പരിചയക്കാരിയുമായിട്ട് എന്റെ മുമ്പിൽ കിടന്ന് ചൊല്ലുമ്പോൾ ഒരു പരിധിവരെ കേട്ടില്ലെങ്കിൽ സഹിച്ച് ഞാൻ അങ്ങ് ജീവിക്കും. പക്ഷെ ഇത് ഞാൻ തന്നെ കേൾക്കേണ്ടി വരുമ്പോൾ എന്റെ മാനസികാവസ്ഥ എന്താ? അതുകൊണ്ട് പരിഹാരം റബ്ബിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ ഉത്തരം മാത്രമാണ്. അതുകൊണ്ട് ദുആ ചെയ്യണേ. ഇതാണോ നമ്മുടെ ഭാര്യമാർ? ഇതാണോ നമ്മുടെ വീടുകൾ? ഉത്തരം പറയേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട വസ്തുവിനെയാണ് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. സത്യം മറക്കരുത്. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് നബി തങ്ങളുടെ ശഫാഅത്തിന്റെ റെക്കമെൻഡും വാങ്ങിക്കൊണ്ട്, ചീട്ടും വാങ്ങിക്കൊണ്ട്, ടിക്കറ്റും വാങ്ങിക്കൊണ്ട്, സുന്ദരമായി സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചുകൊണ്ട് ശഫാഅത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പിടിച്ചു നിർത്തും നബി തങ്ങൾ. സ്വന്തം ഭാര്യമാരുടെ കണ്ണുനീരിന്റെ കണക്ക് പറയേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആലോചിക്കുക. ഒരുപാട് വീടുകൾ ഇത്തരത്തിൽ വേദനിക്കുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞ വസ്തു പെണ്ണ്, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. രണ്ടാമത്തെ വസ്തു ഏതാ? നിങ്ങളെ ഭൂമി മണ്ണിൽ നിന്ന് രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന വസ്തു അത്തറാണ്, സുഗന്ധം. വല്ലാത്ത ഇഷ്ടമായ എനിക്ക്. സുഗന്ധമൊക്കെ ഇച്ചിരി വാങ്ങിച്ചോ, അതൊന്നും കുഴപ്പമില്ല. ഇച്ചിരി പൂശിയൊക്കെ നല്ല വൃത്തിയോട് കൂടി തന്നെ നടന്നോ, കുറയ്ക്കൊന്നും വേണ്ട. ഇച്ചിരി അത്രയൊക്കെ പൂശി ഇച്ചിരി മണമൊക്കെ വരട്ടെ. അതിനുവേണ്ടി ഇച്ചിരി പൈസ ഇച്ചിരി വില കൂടിയത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ വസ്തു അത്തറ. മൂന്നാമത്തെ വസ്തു വജുഇലത ഖുർറത്തു ഐനി ഫിസ്സലാ. നിസ്കാരമാണ് കൂട്ടരെ, നിസ്കാരം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ വസ്തു നിസ്കാരമാണ്. അതുകൊണ്ടാണ് മക്കയിലെ പ്രബോധന കാലത്തിനിടയിൽ നബി തങ്ങൾക്ക് താങ്ങാത്ത മനോവിഷമങ്ങൾ ശത്രുക്കളിൽ നിന്ന് വന്നപ്പോ താങ്ങാതെ മനസ്സ് മുഴുവനും ഭാരം നിറഞ്ഞുകൊണ്ട് കടന്നു വന്ന നബി തങ്ങൾ സഹിക്കാൻ വയ്യാതെ മനസ്സ് മുഴുവനും സംഘർഷഭരിതമായി സങ്കീർണമായി മാറിയപ്പോ ബിലാലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അരിഹനായ ബിലാൽ, അരിഹനായ ബിലാൽ, അരിഹനായ ബിലാൽ, വജുഇലത ഖുർറത്തു ഐനി ഫിസ്സലാ. എനിക്ക് നിസ്കരിക്കണം ബിലാലേ, എനിക്ക് നിസ്കരിക്കണം ബിലാലേ. മനസ്സ് മുഴുവനും സങ്കീർണമാ, മനസ്സ് മുഴുവനും വിങ്ങിപ്പൊട്ടുകയാ. നിസ്കാരത്തിലൂടെ അല്ലാതെ എനിക്ക് പ്രതിവിധിയില്ല, നിസ്കാരത്തിലൂടെ അല്ലാതെ എനിക്ക് നിർവൃതിയില്ല, നിസ്കാരത്തിലൂടെ അല്ലാതെ എനിക്ക് സമാധാനമില്ല. അതുകൊണ്ട് നിസ്കരിക്കണം ബിലാൽ. അതിനവസരം ഒരുക്കിത്തരാ നബി തങ്ങൾ ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൊണ്ട് ആത്മനിർവൃതി കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോ എവിടെയാണ് നമ്മുടെ നിസ്കാരം എത്തി നിൽക്കുന്നത്? നിസ്കാരം കൊണ്ട് പരിഹാരം നമുക്ക് കിട്ടുന്നുണ്ടോ? നഗരൂര് മുസ്ലിം ജമാഅത്തിന്റെ ആകാശത്തോളം ഉയരമുള്ള അനുഗ്രഹീതമായ മനോഹാരിതയുടെ പ്രതീകമായ അനുഗ്രഹീത പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ദിവസത്തിന്റെ 2 ടം കൂട്ടുമുട്ടുന്നതിന്റെ ഇടയിൽ 5 തവണ വിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ വിളിക്ക് പോലും ഉത്തരം ചെയ്യാത്ത പൊന്നമോനെ, എവിടെയാണ് നിനക്ക് സമാധാനം കിട്ടുക? എവിടെയാണ് നിന്റെ റൂഹിന് തിളക്കം കിട്ടുക? എവിടെയാണ് നിനക്ക് ജീവിതത്തിന്റെ സൽസരണ കിട്ടുക? എവിടെയാണ് നിന്റെ ഭാര്യ നിനക്ക് വഴിപ്പെടുക? എവിടെയാണ് നിന്റെ മക്കളുടെ ജീവിതം പുരോഗതിയിലേക്ക് ചെന്നെത്തുക? കണ്ടോ, നബിത്തങ്ങളുടെ മനസമാധാനം കെട്ടുപോയപ്പോ, നബിത്തങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം മുറ്റു നിന്നിട്ട് പാതിരാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ വന്നപ്പോ അല്ലാഹു തആല വഹി ഇറക്കി കൊടുക്കുന്നു, നബിത്തങ്ങളെ നിസ്കരിക്കുക. أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن
لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. വിശുദ്ധ ഖുർആന എന്താ പറഞ്ഞെന്നറിയോ? നബിയെ നിസ്കരിക്കുക, പാതിരാത്രി എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുക നബിയെ, എല്ലാ വിഷമവും തീരും, എല്ലാ പ്രയാസവും തീരും. നിസ്കാരം നമുക്കില്ല, അതുകൊണ്ട് നമ്മളെ വിഷമങ്ങൾ തീരുന്നില്ല, നിസ്കാരം ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് വാതിന് പോയിട്ട് ദുഹാ നിസ്കാരത്തിനായിരുന്നു. അവിടെ വീടുമായി ബന്ധപ്പെട്ട് മലക്കിറങ്ങുന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലുഹാ നിസ്കരിക്കണം, ലുഹാ നിസ്കരിച്ച ആ ലുഹാ പതിവാക്കുന്ന വീട്ടിൽ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഒരു സഹോദരൻ ചോദിക്കുകയും ഉസ്താദേ ലുഹാ നിസ്കരിക്കേണ്ടത് പാതിരാത്രി ഉറക്കെണീച്ചിട്ടാണോ? ഇതാ കാലം, ഏതാണ് ലുഹായുടെ സമയം എന്ന് പോലും അറിയാത്തവരായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തോ അവിടെ വിഷയം അങ്ങനെ നീണ്ടുപോകും, ഞാൻ തിരിച്ചു വരുന്നു. അപ്പോ ഒന്നാമത്തത് ഭാര്യ. അതുകൊണ്ടാണ് ഭാര്യയുമായി ബന്ധപ്പെട്ട് നിക്കാഹ് കർമ്മത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കൈപിടിച്ചുകൊണ്ട് നമ്മുടെ ഹക്കീം ഉസ്താദ് നമുക്ക് സീഗ ചൊല്ലി തരുമ്പോൾ ഒരു പ്രതിജ്ഞ പറയലുണ്ട്. നമ്മളെല്ലാരും കൈപിടിച്ചവരാണ്. നമ്മൾ ചെന്നിരുന്നു അല്ലേ നഗരൂര്, നഗരൂര് പള്ളിക്കകത്ത് ഉസ്താദ് ഹക്കീം ഉസ്താദ് കൈപിടിച്ചു, പെണ്ണിന്റെ ബാപ്പാടെ കൈപിടിച്ചു. നമ്മളെ മാമ എന്ന് വിളിക്കുന്ന ബാപ്പാടെ സ്ഥാനത്താ. പിന്നെ നമ്മളെ കൈ പിടിച്ചു, പുതിയാപ്പിള്ളയുടെ കൈ പിടിച്ചു. ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ തന്നെ കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും. മക്കളെ വിറയ്ക്കരുത് കേട്ടോ, നാണക്കേടാട്ടോ. അവിടെ എല്ലാവരും കൂടെ കളിയാക്കും. കൈയൊക്കെ ഉറപ്പിച്ചിങ്ങനെ, ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് ബാക്കി ഇരുന്നിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കണം. വിറക്കില്ലാന്ന് പിടിച്ചെടുക്കണം. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേണമെങ്കിൽ എന്നും പറഞ്ഞങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. എന്റെ മോളെ നിനക്ക് ഞാൻ നിക്കാഹ് തന്നു, രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. ഉസ്താദ് അങ്ങനെയല്ല നിക്കാഹിൽ തന്നിട്ടുള്ളത് അല്ലേ, ഇങ്ങനെയല്ല നിക്കാഹ് തന്നിട്ടുള്ളത്. പിന്നെയോ എടുത്തു വെച്ചിട്ട് ആദ്യം ഒരു പ്രതിജ്ഞ പറയും, ഇതല്ലാതെ ലോകത്തൊരു നിക്കാഹും നടക്കാറില്ല, ഒരു പള്ളിയിൽ നിക്കാഹ് നടക്കാറില്ല. നമ്മളെ ഉസ്താദും പറഞ്ഞുതരും ബിസ്മി ഹംദു സ്വലാത്തും സലാമൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഒരു അമ്മാബാഴൊക്കെ പറയും ചിലപ്പോ. ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റ പറയാൻ പറയും. ആരോടാ പറയണ? ചെറുക്കനോട് പറയും, ശ്രദ്ധിച്ച് കേട്ടോ എന്ന് പറയും. കാരണം ഉസ്താദിനറിയാം ഇവന്റെ പണി പാടുവാണ്. അതുകൊണ്ട് ആദ്യമേ പറയും, മോനെ ശ്രദ്ധിച്ച് കേട്ടോ. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, പാപ്പ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, പറയാൻ തന്നെ പലർക്കും അറിഞ്ഞൂടാ. ഉസബിച്ചുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതും. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് കൈ പിടിച്ചിട്ട് ഉസബിച്ചുക എന്ന് പറഞ്ഞു. പറയാൻ തന്നെ പേടിയുണ്ട്. ഇവിടെ പിന്നെ അത്തരക്കാർ കാണില്ല. ഉള്ളി ഇത്തിരി ദേശക്കാരനായിരുന്നു. ആ ഉസബിച്ചുക എന്തോ ഒരു കുഴപ്പം പറ്റില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടന്ന് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു ഉസബിച്ചുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളി വീണ്ടും ഉസബിച്ചുക എന്തൊന്നും പറഞ്ഞ് തിരിഞ്ഞില്ല. ഞാൻ മൂന്നാമതും ഉസബിച്ചുക എന്ന് പറഞ്ഞു. പുള്ളി സൂക്ഷിച്ചിട്ടുണ്ടോ നോക്കി. ഇനി ഒന്നും കൂടെ പറയണമെങ്കിൽ മണ്ട ഞാൻ അടിച്ചു കയറുമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പിന്നെ ഒന്നും കിട്ടിയില്ല. ബാക്കി പറഞ്ഞു. നമ്മളെ പള്ളി സെക്രട്ടറി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു, അത് ഒന്നും കൂടെ പറയുന്നത് അടിയപ്പ നടന്നില്ല. ഇത് ആദ്യം പറഞ്ഞു തന്ത. നമ്മളെ മാമ ബാപ്പാടെ സ്ഥാനത്ത് കാണേണ്ട മാമ ഇത് പറയാതെ ഒരു കല്യാണവും നടക്കാറില്ല. ഇത് പറയൽ നിബന്ധനയല്ല, എന്നിട്ടും പറയും. ഇതൊരു പുണ്യകർമ്മം എന്നതിനപ്പുറം ഇത് നിസ്കാരമല്ല, നിക്കാഹുമായി ബന്ധപ്പെട്ട നിർബന്ധ ബാധ്യത കടമയല്ല. ഇത് ഹിജാബും അല്ല, കബൂലും അല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രതിജ്ഞ പറയണമെന്നറിയോ? എന്താ ഈ പറയണെന്നറിയോ? ഇതൊരു പ്രതിജ്ഞയാ. പ്രതിജ്ഞ പൊളിക്കുന്നവരാരാ? ആരാ കരാറുകൾ ലംഘിക്കുന്നവർ? മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പെണ്ണിന്റെ ബാപ്പയുടെ ഒരു നിസ്സഹായത ഇതിനകത്തുണ്ട്. നമ്മളെ ബാപ്പാമാരുടെ ഒരു നിർബന്ധിത ഒരു അവകാശം ഇതിനകത്തുണ്ട്. എന്താ പറയണമെന്നറിയോ? പൊന്നു മോനെ, നിനക്ക് ഞാൻ കെട്ടിച്ചു തരേ, ഇണയാക്കി തരേ. അല്ലാഹു ഏതൊന്നുകൊണ്ട് കൽപ്പിക്കപ്പെട്ടുവോ അതേ നിയമപ്രകാരം, അതേ ശറഅ വിധിച്ച നിയമപ്രകാരം പൊന്നുമോനെ നിനക്ക് ഞാൻ എന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചത്. എന്റെ സ്വർണ്ണമോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. തറയിൽ വീണാൽ ഇറുമ്പരിക്കും, തലയിലിരുന്ന ഉറുമ്പരിക്കും അല്ല പേനരിക്കും എന്ന തരത്തിലെ ഞാൻ വളർത്തിയത് എന്റെ മോളെ. ആ പൊന്നുമോളെയാണ് നിന്റെ കയ്യിലേക്ക് തരേണ്ടത്. അതുകൊണ്ട്
നീ കൊണ്ട് നടക്കുന്ന കാലൊക്കെ നല്ലോലെ കൊണ്ട് നടക്കണേ മോനെ. അതിനെ ഇടിക്കരുത്, അതിനെ ചവിട്ടരുത്. നിന്റെ കൈക്കരുത്ത് ആ ബലഹീനമായ ശരീരത്തിൽ വെക്കരുത്. കാരണം ഇതൊന്നും എൻ്റെ മോള് താങ്ങൂല. ഒരുപാട് അപാകതകൾ അവളുണ്ട്. കാരണം ഞാൻ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയതാ എൻ്റെ മോളെ. അതുകൊണ്ട് തന്നെ കുറെ പിഴവുകൾ അവൾക്കുണ്ട്. എൻ്റെ മോൻ അതൊക്കെ സഹിച്ചിട്ട് കൊണ്ടു നടക്കണം. ഇങ്ങനെയല്ല കഴുകാൻ ശവത്തിൽ നോക്കണം, അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെ. ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്റെ കൈ ബാക്കി ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. പറയാൻ കേൾക്കാനുള്ളത് ഇടമക്കളെ തലയാട്ടി ഇനി നിനക്ക് അവളെ കൊണ്ടു നടക്കാൻ പറ്റൂല എന്നൊരു സാഹചര്യം വന്നാ എന്റെ പൊന്നുമോൻ അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ തന്നതുപോലെ തിരിച്ചിങ്ങേപ്പിച്ചേക്ക്. ഞാൻ വളർത്തിക്കൊള്ളാം. എന്റെ കാലം കഴിയുന്നത് വരെ അവളെ ഞാൻ നോക്കിക്കൊള്ളാം. അതുകൊണ്ട് വളർത്തണമെങ്കിൽ നല്ലോലെ വളർത്തണം. നിനക്ക് വളർത്താൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവളെ ഇനി തിരിച്ചു തന്നേക്ക്. ഒരു കേടും വരുത്തരുത്. ചെകിട്ടടിക്കരുത്, കണ്ണുകുത്തി പൊട്ടിക്കരുത്, അവളെ കൈ പിടിച്ചൊടിക്കരുത്, അവളെ കാലൊടിക്കരുത്. തന്നേക്ക് ഞാൻ വളർത്തിക്കൊള്ളാം. ഒരു പിതാവിന്റെ നിസ്സഹായതയല്ലേ ഇത്? ഒരു പിതാവിന്റെ അവകാശമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ പ്രതിജ്ഞ നൂറുകണക്കിന് വരുന്ന വിശ്വാസികളെ നഗരൂർ മുസ്ലിം ജമാഅത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, അനുഗ്രഹീത ഇമാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പച്ചയായി പ്രതിജ്ഞ പറഞ്ഞിറങ്ങിയ ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യമാരെ കണ്ണുനീരിലാക്കുമെങ്കിൽ ഈ പ്രതിജ്ഞകൾ വഞ്ചിച്ചവരും ലംഘിച്ചവരുമാരാണ് നിങ്ങളും. പ്രതിജ്ഞ ലംഘിച്ചവരാരെന്നറിയോ? നമ്മുടെ ആലങ്കോടുകാരാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ മക്കളെ വിളിക്കുക, ഇവിടെ എവിടെ പരിപാടി, എപ്പോഴാണ് എത്തുക, എന്തൊക്കെ പരിപാടി എന്നൊക്കെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഷംനാദ് കല്യാണം കഴിച്ചില്ലല്ലോ? ഷംനാദ് കല്യാണം കഴിച്ചു. അതുകൊണ്ടാണ് തൂങ്ങിയൊക്കെ വന്നത്. വിഷയം ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ എത്താന്ന് പറഞ്ഞില്ലേ മോനെ? നല്ല ചെറുപ്പക്കാരനാണ്. അവിടുത്തെ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന കുട്ടികളായി ഇവർ കുറച്ചുപേര് ചേർന്നിട്ട് വിശാലമായ ഒരു പരിപാടിയൊക്കെ അവിടെ നടത്തിയിരുന്നു. നമ്മളെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പ്രതിജ്ഞ പുതുക്കപ്പെടാതെ പറയപ്പെടാതെ ഒരു കല്യാണവും ഈ നഗരൂർ ജമാഅത്തിന് നടക്കാറില്ല. അതും എടുത്തു വെച്ചതിന്റെ ശേഷം ബാക്കി കാണിക്കുന്നത് മുഴുവനും പച്ചപഞ്ചര. ആരെ വഞ്ചിക്കുന്നു? അല്ലാനെ സാക്ഷി നിർത്തിയിട്ടല്ലേ പ്രതിജ്ഞ ചെയ്തത്? അള്ളാന്റെ മുത്തുനബിയെ കല്ലാനും കൊല്ലാനൊന്നും നമുക്ക് അവകാശം തന്നിട്ടില്ല ഈ വർഗത്തെ. നിങ്ങളോട് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ അവരോടും കടന്നു വരുന്നുണ്ട്. ഇവരെ തല്ലാനും കൊല്ലാനും നമുക്ക് പറ്റൂല. ഇസ്ലാം എന്താ പഠിപ്പിച്ചെന്നറിയോ? എന്താണ് പെണ്ണിനോടുള്ള ധർമ്മം എന്ന് ഇന്നു വരെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കയറി വരുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ മുമ്പിൽ വന്നെത്തണം. അവൾക്ക് ഇനി എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഞാൻ കയറി വരുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കണം. നീ നിർബന്ധമാ. ഒരു അധികാരത്തിന്റെ സൗണ്ടാ. ഭർത്താവല്ലേ ഭരിക്കാൻ അവകാശപ്പെട്ടവൻ. അതുകൊണ്ട് അങ്ങനെ കടന്നു വരണം. പാവം അവള് ദുഃഖത്തിലാണ്, കരച്ചിലാണെങ്കിലും ബാപ്പ വയ്യാതെ രോഗം പിടിച്ച് ആശുപത്രി കിടക്കെ അവളെ ദുആ ചെയ്യേ, പടച്ചോനെ എന്റെ പൊന്നു വാപ്പാക്ക് പൊറുക്കണേ, അല്ലാ ദീർഘായുസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരച്ചോണ്ടിരിക്കെ അപ്പോഴാണ് ഇവൻ കയറി വരണത്. വന്ന് ഇനിയിപ്പോ ചിരിക്കാതെ പറ്റൂല. ഉടനെ എല്ലാം കൂടെ കഴിയൊക്കെ റെഡിയാക്കി വന്ന് ചിരിച്ച് കാണിച്ചിട്ടൊക്കെ പാവഞ്ഞ് വലിയ ഇല്ലേ? മോളെവിടെ? എന്റെ മോളെ എടുത്ത് നിന്റെ ഒക്കത്തുണ്ടായിരിക്കണം. നമ്മുടെ നിർബന്ധം രാത്രി കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ സുന്ദരമായിരിക്കണം നീയും എന്റെ കിടക്കയും. അല്ലേ? അത്തറുണ്ടായിരിക്കണം, പൗഡർ ഇട്ടിരിക്കണം, കന്മശിയെങ്കിൽ കന്മശി നമ്മുടെ അവകാശമാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വേണ്ടത് മുഴുവനും നമ്മൾ അവരോട് പറയലുണ്ട്. പക്ഷേ ഇന്ന് വരെ പെണ്ണെ ഞാൻ എങ്ങനെയൊക്കെ നിന്റെ അടുത്ത് പെരുമാറണം, ബെഡ്റൂമിലേക്ക് ഞാൻ എങ്ങനെ കടന്നു വരണം, നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഭർത്താവല്ലേ, പിന്നെ എങ്ങനെ ചോദിക്കുക? ഇസ്ലാം നിനക്ക് അവളെക്കാൾ പവർ കൂടുതൽ തന്നിട്ടില്ല. അദ്രിജാലു ഖവ്വാമൂന അലൻ നിസാ, ആപേക്ഷികമായി തന്നിരിക്കുന്ന ഒരു കടിഞ്ഞാണെന്നതിനപ്പുറം കുടുംബജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ നിനക്കും അവൾക്കും ഇസ്ലാം ഒരേ സ്ഥാനമാണ് തന്നത്. അതുകൊണ്ടാണ് നഗരൂരിലെ ഭർത്താവിനോട് അല്ലാഹുവിന്റെ ഖുർആൻ സംസാരിച്ചത്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഈ ആയത്തിന്റെ അർത്ഥം അറിയോ? ഈ ആയത്തിന്റെ അർത്ഥം അറിയോ? സ്വഹാബത്ത് കണ്ണുമിടിച്ചു. ഭർത്താക്കന്മാരോട് അല്ലാഹു തആല സുന്ദരമായി താക്കീത് തന്ന ഭർത്താവിന്റെ ധർമ്മം പഠിപ്പിക്കുന്ന ആയത്തിലൂടെ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഈ ആയത്ത് നഗരൂരിലെ ഭർത്താക്കന്മാരോടുള്ള സംസാരിച്ചതാണ്. മഹാനായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മക്കളെ
ഈ ആയത്ത് അല്ലാഹു ഭർത്താക്കന്മാരോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് സംസാരിക്കുന്നതെന്നറിയുമോ? വലഹുന്ന മിഥലുല്ലദീ അലൈഹിന്ന, നിങ്ങളുടെ ഭാര്യമാരുടെ അവകാശങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്നും അവരുടെ സ്വപ്നങ്ങൾ നിങ്ങളിലൂടെയാണ് അവർക്ക് യാഥാർത്ഥ്യമാക്കപ്പെടേണ്ടതെന്നും അതുകൊണ്ട് ഭാര്യമാർക്കൊത്ത് നിങ്ങൾ അണിഞ്ഞൊരുങ്ങണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉസയ്യിനു കമാ തുസയ്യിനൂ, നഗരൂരിലെ ഭർത്താവ് ഇങ്ങനെ ജീവിക്കണമെന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നു. ഇന്നലെ വരെ ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നില്ല, ഇന്നലെ വരെ ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അത്തർപുഷമായിരുന്നില്ല, ഇന്നലെ വരെ ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വൃത്തിയാക്കുമായിരുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടി അവൾ ഒരുങ്ങി ചമയൽ എനിക്ക് നിർബന്ധമായിരുന്നു. എങ്കിൽ ഈ ആയത്തിനെ പഠിപ്പിക്കുന്നത് പോരെ ഇബ്നു അബ്ബാസ്, നിന്റെ ഭാര്യയുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾക്കൊത്ത് നീയും ഒരുങ്ങണമെന്നാണ്. അതുകൊണ്ട് ഉസയ്യിനു കമാ തുസയ്യിനൂ, ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇന്നു മുതൽ ഒരുങ്ങുകയാണ്, ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അത്തർപുഷുകയാണ്. പകലന്തിയോളം പണിയെടുത്ത വിയർപ്പുകളും ക്ഷീണവും രാത്രി നേരത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനിതാ കുളിച്ചു മാറ്റുന്നു. എന്നിട്ട് പുതുമണവാളന്റെ ലുക്കോടുകൂടി ഞാനും എന്റെ ഭാര്യയെ പ്രാപിക്കാൻ പോകുന്നു. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ശൈലി, അതാണ് പുരുഷന്റെ, അതാണ് യുവാവിന്റെ, അതാണ് ഭർത്താവിന്റെ ധർമ്മമെന്ന് പഠിപ്പിക്കുമ്പോ അതാര് പ്രവർത്തിക്കുന്നില്ലയോ അവൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അങ്ങനത്തെ അല്ലാഹുക്ക് വേണ്ട. ഖുർആൻ ഒരാളുടെ ജീവിതമല്ലേ, അവരെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവരെ ധർമ്മം അല്ലാഹുക്ക് വേണ്ട, അവരെ ജീവിതം അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് നഗരൂരിലെ ഭർത്താവേ, നിന്റെ ഭാര്യയുടെ ആഗ്രഹം നിന്നോട് പറയുമ്പോ ആഗ്രഹത്തിനൊത്ത് തുള്ളാൻ നീ തയ്യാറായിട്ടില്ലേ? എല്ലാത്തിനും തുള്ളണമെന്നല്ല, അവളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് അവള് പറയുന്ന മോഹങ്ങൾ, ഈ മോഹങ്ങൾ നീയാണ് നടത്തി കൊടുക്കേണ്ടത്. നിന്റെ മോഹവലയത്തിന്റെ ഉള്ളറയിലാണ് അവള് ജീവിക്കുന്നതെങ്കിൽ ആ മോഹം നടത്തി കൊടുക്കുന്നത് നിന്റെ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ അതിനെതിരാണ് നിന്റെ ജീവിതമെങ്കിൽ നീ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവനല്ല, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവനല്ലേ. നിന്നെ അല്ലാഹുക്ക് വേണ്ട, അല്ലാഹുക്ക് നിന്നെ വേണ്ടേ, മുത്തുനബിക്ക് നിന്നെ വേണ്ട, അവർക്ക് നിന്നെ വേണ്ടേ, സ്വർഗം കാണാനുള്ള ഭാഗ്യം പോലും നിനക്കില്ല. ഇതൊരു വലിയ ഗൗരവമാണ്. ഇതൊരു ചെറിയ വിഷയമായിട്ടൊന്നും ആരും കാണരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഭാര്യ ഭർത്താവ് എന്നുള്ള ആ പദപ്രയോഗങ്ങളാ കൂടുതലും നമ്മളെ വഞ്ചിച്ചത്, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ. ശരിക്കും പറഞ്ഞ ഭാര്യ ഭർത്താവ് ഈ പദം ചേരൂ. മലയാളത്തിൽ ഇങ്ങനത്തെ പദം ഉണ്ടാവുള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞാൽ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ അവകാശപ്പെട്ടവൻ അല്ലേ. ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടവൻ. ഇതല്ല ഖുർആൻ പറയണത്. നമ്മളെ ഉസ്താദ് പറഞ്ഞു എന്താണ് അർത്ഥം? നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഇണ തുണ സൗജ് സൗജത്ത്, ഇതൊന്നൊന്നിനേക്കാൾ വലുതല്ല. സൗജ് സൗജത്ത്, ആ പദം തന്നെ ശ്രദ്ധിച്ചു നോക്ക്. സൗജ് സൗജത്ത്, ഒന്ന് ഇണ ഒന്ന് തുണ, ഒന്ന് തുണയെങ്കിൽ മറ്റത് ഇണ. എന്താ പിന്നെ അത് അംഗമായി ബന്ധപ്പെട്ട ആപേക്ഷികമായ വിഷയങ്ങളിലുള്ള കടിഞ്ഞ എല്ലാ ഉത്തരവാദിത്വമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതും എല്ലാം നമ്മളെ അവരെ ചോദിക്കുന്നതിന് മുമ്പ് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് എന്നതിനപ്പുറം ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വശങ്ങളാക്കിയിട്ടേ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളൂ ഭാര്യ ഭർത്താവിനെ. അതുകൊണ്ട് ഒന്നിനെ അടിച്ചമർത്താനൊന്നും നമുക്ക് പറ്റൂല, അതിനുള്ള അവകാശമൊന്നും നമുക്ക് തന്നില്ല, തൊടാൻ പറ്റൂലല്ലോ. അല്ലാഹു ചോദിക്കുന്ന ആളെ, ഇവളെ ഈ കണ്ണുനീരുകൾക്ക് അള്ളാഹുവാണ് കണക്ക് പറയേണ്ടി വരുന്ന ആളെ, ഒരു സംശയമില്ല. ഇത് ഈ കണ്ണുനീരെന്നൊക്കെ പറഞ്ഞാൽ അള്ളാന്റെ അനുഗ്രഹമാണ്. ഇത് അള്ളാഹുവിന് വേണ്ടി തന്നെ ചിലവഴിക്കേണ്ടതാണ്. നമ്മൾ അടിച്ച്, നമ്മളെ കരയിപ്പിച്ച്, നമ്മളെ വേദനിപ്പിച്ചിട്ട് ഇവള് കരഞ്ഞാലേ ഇത് നമുക്ക് വേണ്ടി കരയാനുള്ളതല്ല, ഇത് അള്ളാഹ്ക്ക് വേണ്ടി കരയാനുള്ളതാ. ഈ കണ്ണുനീരുകളുടെ എണ്ണം ചോദിക്കുമ്പോ ഇവള് പറയും എന്റെ ഭർത്താവ് ഇത്ര ഒലിപ്പിച്ചെന്ന്. അള്ളാഹ് വിളിച്ചെടുത്തും ഈ കണ്ണുനീരിന്റെ മറുപടി നീ പറയാൻ പറ്റുമോ? പറയോ? ഇതൊക്കെ ഇസ്ലാം അനുസരിച്ച് ഒരു പരുവത്തിന് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിക്കണതാ, നിങ്ങൾ അവർക്ക് വസ്ത്രമായതുപോലെ അവർ നിങ്ങൾക്കും വസ്ത്രമാ. വല്ലാത്തൊരു പ്രയോഗമാതൊക്കെ. ഇവിടെ ഞാൻ അതൊന്നും ഒരിക്കലല്ല, അറബി സാഹിത്യം പരിശോധിക്കുക, വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വസ്ത്രം നിങ്ങളും നിങ്ങളുടെ വസ്ത്രം അവരും. ഒന്നിനേക്കാൾ മേന്മയെന്നൊന്നും പറയാനല്ല. ഓട്ടെ, ഇതെല്ലാം സഹിക്കാം. ആരാ നമ്മുടെ ഭാര്യ എന്നറിയോ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവർ?
ജീവിതത്തിന്റെ സ്വർഗ്ഗമല്ല, ദുനിയാവിലെ മരിക്കുന്നതിന് മുമ്പുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? പറയാമോ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ആർക്കെങ്കിലും പറയാമോ? ഇല്ല, പണ്ടില്ല ഉസ്താദ് വാദം പറഞ്ഞ അതാ പണ്ടൊരു ഉസ്താദ് വാദം പറയാൻ കയറി. 3 ദിവസത്തെ വാദമേ ഉള്ളൂ. എല്ലാവരും പ്രതീക്ഷയോടെ വന്നിരുന്നു. ഉസ്താദ് ആദ്യമേ സ്റ്റേജിൽ കയറി. എന്നിട്ട് ചോദിച്ചു, ഇന്ന് ഞാൻ എന്താ പറയണേന്ന് അറിയാമോ എന്ന് ചോദിച്ചു. എല്ലാം ഒന്നും വേണ്ടിയില്ല. ആരും പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തിരി എന്തെങ്കിലും അറിയാമെന്നുള്ളതേ പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം എല്ലാവരും കൂടെ വന്നിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഉസ്താദ് ഇന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം അറിയാമെന്ന് പറയാം. ഉസ്താദ് കാര്യം വന്നിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും, ഇന്ന് ഞാൻ എന്താ പറയണമെന്ന് എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. അറിയാമെങ്കിൽ പിന്നെ നിങ്ങളടുത്ത് പറയണ എന്തിനാ അസ്സലാമു അലൈക്കും? ആകെ 3 ദിവസത്തെ പരിപാടിയാണ്. ഉസ്താദ് 3-ാം ദിവസം വന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ തീരുമാനിച്ചു, നമുക്ക് കുറച്ചു പേർക്ക് അറിയാന്ന് പറയാം, കുറച്ചു പേർക്ക് അറിയണ്ട പറയാം. എല്ലാവരും എണ്ണം തയ്യാറാക്കി. 500 പേരുണ്ട്, 250 പേര്, 50 താത്താമാരെ എടുത്തു. എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ അറിയാന്ന് പറയണം, ബാക്കിയുള്ളവർ അറിയണം. ഉസ്താദ് കയറി. എല്ലാവരും പ്രതീക്ഷയോടെ വന്നിരുന്നു. പടച്ചോനെ ഇന്നെങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ. അസ്സലാമു അലൈക്കും, ഞാൻ എന്താ പറയണമെന്നറിയോ? കുറച്ചുപേര് പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം, കുറച്ചുപേര് പറഞ്ഞു അറിഞ്ഞൂടാ. അറിയാന്നുള്ളവർ അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും. ഇതുപോലെ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. ഏതാ? ഭാര്യ. ഒരു പോയിന്റ്. ഇനി ആർക്കെങ്കിലും പറയാമോ? സ്വാലിഹത്തായ ഭാര്യ 2. ഈ നാട്ടിൽ സാധാരണ എല്ലാവരും ജീവിതം തകർന്നത് ഭാര്യ വന്നിട്ടെന്നാ പറയാ. ഇവിടെ എല്ലാവരും പറയുന്നത് ഭാര്യയാണ്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. അത് അവരെ ജീവിതം കണ്ടിട്ടാണല്ലോ, അവരുടെ ജീവിതത്തിന്റെ ആ ഒരു സൗഭാഗ്യം കണ്ടിട്ടാണ്. അത് അല്ലാഹു എന്നും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഭാര്യയൊക്കെ ഭാഗ്യം തന്നെ. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു തആല അതൊക്കെ കൊടുക്കും. കുടുംബ ജീവിതമൊക്കെ ഭാഗ്യം. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം അതൊന്നും അല്ല. നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? പക്ഷെ അല്ലാഹു തആല നേരത്തെ തന്നോണ്ട് നമ്മൾ അറിയാത്തതാ. ദുനിയാവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതെന്നറിയോ? നമ്മൾ ഈ ചിരിക്കുന്ന നേരത്ത് പോലും ഒരുപാട് സഹോദരങ്ങൾ പൊട്ടി നിലവിളിക്കുന്നുണ്ട്. ഒരു ഭാഗ്യം കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് സഹോദരിമാർ ഈ ജീവിതം തന്നെ പാഴായി പോയെന്നോർത്ത് ജീവിതത്തിൽ നിരാശ കൊണ്ട് കഴിയുന്നുണ്ട്. ഈ ഭാഗ്യം കിട്ടാത്തതിന്റെ പേരിൽ ഏതെന്നറിയോ? ഖുർആൻ പരതി നോക്ക്. ഖുർആനിലെ കാണാം അതിനുത്തരം. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമ 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷായുസ് മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരടിമയുടെ സമർപ്പണ വിനീത വിധേയത്വത്തിന്റെ ധർമ്മമെന്ന ലോകത്തെ പഠിപ്പിച്ച അനുഗ്രഹീത പ്രവാചകനാണ് ഹസ്രത്ത് ഇബ്രാഹിം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അന ദഅവതു അബി ഇബ്രാഹിം, എന്റെ ബാപ്പ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ വരദാനമാണ് ഞാൻ. നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം അതാ. ഈ ഇബ്രാഹിം നബിയുടെ ജീവിതം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദുആ കാണാം, ഒരൊറ്റ ദുആ, പ്രത്യേകിച്ച് ഒരു ദുആ, താനുമായി ബന്ധപ്പെട്ട ഒരു ദുആ. സക്കരിയ നബി എന്ന വലിയൊരു പ്രവാചകൻ, ഈ വലിയൊരു പ്രവാചകന്റെ ജീവിതത്തിനിടയിൽ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദുന്യാവാണ് കേട്ടോ, ആഖിറവുമായി ബന്ധപ്പെട്ട ആത്മീയതയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ വേറെ ഉണ്ട്. കഅബ ഒരു റെഡിയാക്കിയതും കഅബയ്ക്ക് വേണ്ടി ദുആ ചെയ്തതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. ഇതല്ലാതെ സക്കരിയ നബിയുടെയും ദുനിയാവിന്റെ ഭാഗ്യത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു ദുആ ഉണ്ട്. ഏത് സക്കരിയ നബി എന്നെ പ്രിയപ്പെട്ടവർക്കറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തി ജീവിക്കുന്ന കാലയളവുകളിൽ അർമുല ചെയ്യപ്പെട്ട പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ മാത്രമാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനവുമായി കടന്നുകൂടുമ്പോ താൻ നിയോഗിക്കപ്പെട്ട സമുദായം തന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവസാനം അവര് വിളിച്ചു പറഞ്ഞു, സക്കരിയ, നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറാൻ നീ തയ്യാറായിട്ടില്ലെങ്കിൽ നിന്നെ അറുത്തു കൊന്നുകളയും സക്കരിയ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണത്തിനും ഒരു താക്കീതുകൾക്കും മുമ്പിൽ അവര് വിട്ടുപോകില്ല, അവര് പിന്തിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെ സക്കരിയ നബി അലൈഹിസ്സലാം പ്രബോധനത്തോട് പ്രബോധന ദൗത്യവുമായി ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അവസാനം സക്കരിയ നബിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച കശ്മലന്മാർ മഹാനരെ കൊന്നു തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഉടവാളുകളും എടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്നു.
അവരിൽ നിന്ന് സക്കറിയാ നബി രക്ഷയ്ക്ക് വേണ്ടി ഓടി പറയുമ്പോ ചുറ്റുവട്ടമുണ്ടായിരുന്ന തെരുവോരത്തിലെ ഉണങ്ങിയ വലിയൊരു പൊത്തുള്ള മരം വിളിച്ചു പറഞ്ഞു, സക്കറിയാ നബിയേ, ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങക്ക് കഴിയില്ല തങ്ങളെ, അതുകൊണ്ട് ഉള്ളിലേക്ക് കയറി രക്ഷപ്പെടണേ തങ്ങളെ. സക്കറിയാ നബി അലൈഹിസ്സലാം ഈ മരപ്പൊത്തിന്റെ ഉള്ളിലേക്ക് കയറി അഭയം തേടുന്നു. പക്ഷേ ഇസ്ലാമിന്റെ ആജന്മ ശത്രുവും ബദ്ധശത്രുവുമായി ഇബ്ലീസ് ഇവർക്ക് ദുർമോദനം നൽകുന്നു. അത് പ്രകാരം ഇവരെ കടന്നു വരുമ്പോ പാവപ്പെട്ട സക്കറിയാ നബി ഇരിക്കുന്ന ഈ മരപ്പൊത്ത് മനസ്സിലാക്കുന്നു. എന്നിട്ട് സക്കറിയാ നബി ഇരിക്കുന്ന അളവ് നോക്കിയിട്ട് അതിന്റെ മുകൾ ഭാഗം വെച്ച് വാളുകൊണ്ട് മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് മുറിക്കപ്പെട്ടതിന് ശേഷമുള്ള സക്കറിയാ നബി ഇരിക്കുന്ന ഉണങ്ങിയ മരത്തിന്റെ മുകൾ ഭാഗം വെച്ച് ഈർച്ച വാളുകൊണ്ട് വന്ന പ്രബോധനത്തിലൂടെ സത്യധർമ്മത്തിലൂടെ വിശുദ്ധമായ സ്വർഗത്തിന്റെ അവാച്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതികളിലേക്ക് ഏതൊരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ നിയോഗിക്കപ്പെട്ടുവോ അതേ സമൂഹം തന്നെ ഈ സക്കറിയാ നബി എന്ന പ്രവാചകനെയും വെച്ചുകൊണ്ട് ഈ ഉണങ്ങിയ മരം ഈർച്ച വാളുകൊണ്ട് മുറിച്ചു കളഞ്ഞു. أولئك مع الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ഈ അനുഗ്രഹീത പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട സക്കറിയാ നബി എന്ന പ്രവാചകനെ ഈ മരം ഈർച്ച വാളുകൊണ്ട് പിളർന്നു മാറ്റുന്നതോടൊപ്പം രണ്ട് പിളർപ്പാക്കി കൊന്നു കളഞ്ഞു, മൃഗീയമായി അറുത്ത് കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂർധാവിലൂടെ ഈർച്ചവാള് ആഴ്ന്നിറങ്ങുമ്പോ ശരീരത്തിലൂടെ വിലയുള്ള രക്തം നൂർന്നു വീഴുമ്പോ വല്ലാതെ വേദന കൊണ്ട് അസഹ്യമാകുമ്പോ ഒരു വട്ടം പോലും അല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ ഒരു പ്രാവശ്യം പോലും ഈ പ്രവാചകൻ ചോദിച്ചിട്ടില്ല. ആ സക്കറിയാ നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടോ? ആ സമയത്ത് ആ മൂർധന്യതയിൽ പോലും രക്ഷപ്പെടുത്താൻ ചോദിക്കാത്ത പ്രവാചകന്റെ ദുനിയാവിന്റെ ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്നറിയോ? ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ, അചഞ്ചലമായി ജീവിച്ച പ്രവാചകൻ, ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവത്തിന്റെ അഗ്രഭാഗം അല്ലാഹുവിന് വേണ്ടി ബലി നൽകണമെന്ന് കൽപ്പന വന്നപ്പോ ആ കൽപ്പന വരേണ്ട താമസം ആ കൽപ്പനയ്ക്ക് പിന്നിലുള്ള മറ്റു വസ്തുക്കളുമായി ആകാശത്തിന്റെ വിരിമാറ് പിളർത്തിക്കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി മുന്നിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കല്ല് മുറിച്ചിട്ട് ആ കല്ലിന്റെ അരികുകൊണ്ട് തന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ അഗ്രഭാഗം അല്ലാഹുവിന് വേണ്ടി ബലി നൽകിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് അചഞ്ചലമായി പ്രഖ്യാപിച്ച അടിമ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ പ്രവാചകൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ആകാശ ലോകം വിങ്ങിപ്പൊട്ടി. മലക്കുകൾ ചോദിച്ചു, പടച്ചവനെ ഇബ്രാഹിം നബി എന്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നില്ല? നിന്റെ ഖലീൽ കത്തിക്കരിയാൻ പോകുന്നു. ഏത് തീക്കുണ്ടാരം പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉമ്മമാരെ റോഡിന്റെ സൈഡുകൾ കൊണ്ടിടുന്ന തീക്കുണ്ടാരം പോലല്ല. പിന്നെയോ അന്തരീക്ഷത്തിലൂടെ പറപറന്നു പോകുന്ന കഴുകൻ പോലും ഒറ്റമിട്ട് പറപറക്കുമ്പോ ചിറകുകൾ പോലും കരിഞ്ഞു പോയി ഭസ്മങ്ങളായി ഭൂമി മണ്ണിലേക്ക് കത്തിക്കരിഞ്ഞടങ്ങുന്ന തരത്തിൽ എരിച്ചടക്കുന്ന തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകെ ആകാശലോകം വിങ്ങിപ്പൊട്ടി. മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ മോചിപ്പിച്ചേ പറ്റൂ. നിന്റെ ഖലീല. അല്ലാഹു പറഞ്ഞു, മോചിപ്പിക്കാൻ എനിക്കറിയാം, പക്ഷേ ഇന്നുവരെ എന്റെ ഖലീൽ ഒരു വാക്കിനോട് ചോദിച്ചിട്ടില്ല രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് ചെന്നിട്ട് പറയാം, അള്ളാഹിനോട് ഒരു വാക്ക് ചോദിക്കാൻ പറയാം. അള്ളാഹ്ക്കറിയാം ഇബ്രാഹിം നബിയുടെ മനസ്സും അടിമയുടെ ധർമ്മവും. പക്ഷെ മലക്കുകളെ കാണിച്ചു കൊടുക്കുകയല്ല. അവസരം കിട്ടുമ്പോഴൊക്കെ അള്ളാഹ് അവർക്ക് ഇട്ട് കൊടുക്കും. കാരണം അവർ പണ്ട് നമ്മളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞവരാണല്ലോ അള്ളാഹ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ പോയി ചോദിക്കാൻ പറഞ്ഞു. അവരുടെ മുൻപിൽ അവരൊക്കെ ചെറുതാണ്, അള്ളാഹുടെ മനുഷ്യനാകുന്ന അടിമകളെ വലുതെന്നുള്ള കാണിച്ചു കൊടുക്കേ നേരെ ജിബ്രീൽ ഇറങ്ങി. മലക്കുകളൊക്കെ പ്രതീക്ഷയോടെ പറഞ്ഞു വിട്ടു സയ്യിദിനെ. എല്ലാവരും ആശംസിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങി
അപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ആളിങ്ങനെ മിണ്ടാതിരിക്കെ ഉടനെ നോക്കണേ ഒരു അടിമയുടെ ജീവിതത്തിന്റെ ധർമ്മം. ഇതിനായി ഇബ്രാഹിം നബിയെ എല്ലാ ബലിപെരുന്നാളിനും അല്ലാഹു തആല നമ്മുടെ മനസ്സുകളിലൂടെ നമ്മുടെ പള്ളികളിലൂടെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതമല്ലേ? നേരെ ഇറങ്ങി ആ സാഹചര്യമൊക്കെ നോക്കിയേ. നമ്മളൊക്കെ ആണെങ്കിൽ കണ്ണെന്ന് മാത്രമല്ല വെള്ളം വരിക, ആ സാഹചര്യമാ. കാരണം തീക്കുണ്ടാരത്തിൽ ഇങ്ങനെ നിൽക്കേ വിറവിറച്ചിരിക്കേ. നേരെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, എന്താ ഇബ്രാഹിം നബിയെ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ട് നിങ്ങൾ അല്ലാഹുവിനോടൊരു വാക്ക് ചോദിച്ചില്ലല്ലേ? നിങ്ങളെ ചോദ്യത്തിന് അല്ലാഹ് കാത്തിരിക്കേ. നിങ്ങൾ രക്ഷപ്പെടുത്താൻ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ദുആ ചെയ്യണ്ട. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഇപ്പൊ തീരും. ഇടിവെട്ടിക്കൊണ്ട് മഴ ഇപ്പൊ ഇവിടെ പെയ്തിറങ്ങും, ഇപ്പൊ കത്തിച്ചാമ്പലാകും, ഇത് കംപ്ലീറ്റ് ചാരമാകും. ഒന്ന് പറ ഇബ്രാഹിം നബിയെ. വലിയ പ്രതീക്ഷയോടെ ഇബ്രാഹിം നബിയുടെ ഉത്തരത്തിന് വേണ്ടി കൊതിച്ചു നിന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, പോടോ ജിബ്രീലേ, അല്ലാഹുവിനോട് ചോദിക്കാനോ? അല്ലാഹുവിനോട് ചോദിക്കാനോ? അല്ലാഹ്ക്ക് അറിയില്ലടോ ഞാൻ തീക്കുണ്ടാരത്തിലാണ് വലിച്ചെറിയപ്പെടുകയെന്ന്. അല്ലല്ലേ എന്നെ പഠിച്ചത്, അല്ലല്ലേ ഈ തീ ഉണ്ടാക്കിയത്, ആ തീയിലേക്കല്ലേ ഞാൻ വലിച്ചെറിയപ്പെടാൻ പോകുന്നത്. അപ്പൊ അല്ലാഹ്ക്ക് അറിയാനാണല്ലോ ഞാൻ ഈ തീയിലേക്ക് എറിയപ്പെടുന്നെന്ന്. ആ അല്ലാഹ് തീരുമാനിക്കട്ടെ ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തണോ വേണ്ടയോ എന്ന്. അല്ലാഹ്ക്ക് വിട്ടു. അല്ലാഹ്ക്ക് കത്തിക്കാമെങ്കിൽ അല്ലാഹ് കത്തിക്കട്ടെ, അല്ലാഹ്ക്ക് രക്ഷപ്പെടുത്താമെങ്കിൽ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. ഇബ്രാഹിം ഒരു വാക്ക് ചോദിക്കുമെന്ന് ജിബ്രീലിനെ കരുതരുത്. ഇബ്രാഹിം എന്ന അടിമയുടെ ധർമ്മം. സഹോദരങ്ങളൊക്കെ വരുന്നിരിക്കും, ഉസ്താദ്മാരെ കണ്ടോ, അവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രക്ഷയില്ല. ഇബ്രാഹിം നബി ചോദിച്ചില്ല റബ്ബിനോട്, ഇത് അടിമ. ചാത്തന്നൂരുകാരൊക്കെ വരുന്നുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. KMYF-ന്റെ പ്രവർത്തകരുണ്ട്, അവിടുത്തെ സിദ്ദീഖ് ഉസ്താദ് ഉണ്ട്, സജി സാഹിബ് ഉണ്ട്, ചാത്തന്നൂർ ജമാഅത്ത് സെക്രട്ടറി ഷിബു ഖാൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും നമുക്ക് അവരൊക്കെ സ്വാഗതം ചെയ്യാം. അകത്തോട്ടൊക്കെ കയറി സെക്രട്ടറി ഒന്ന് ശ്രദ്ധിച്ചോളേ. സാഹചര്യങ്ങളും സദസ്സൊക്കെ റെഡിയാക്കി കൊടുത്തേക്കണം, സഹോദരിമാർക്കായാലും സഹോദരങ്ങൾക്കായാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ചിന്തിക്കുക. അതുപോലും ചോദിക്കാത്ത ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഭൂമി ലോകത്തെ പരമാവധി ഭാഗ്യം ഏതാണ്? ആ ഭാഗ്യം എന്നറിയുമോ? നമൽ ഇലാഹി അലൽ ഇബാദി കതീറതുഹു വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഈ ഭൂമി മണ്ണിൽ ഏറ്റവും വലിയ ഭാഗ്യം ഭാര്യമാരല്ല, ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, ഏറ്റവും വലിയ ഭാഗ്യം സൗന്ദര്യമല്ല, ഏറ്റവും വലിയ പണം വിസ്തൃതികളല്ല, ഏറ്റവും വലിയ ഭാഗ്യം സ്ഥാനമാനങ്ങളല്ല. ഭീമമണ്ണിലെ ഏറ്റവും വലിയ ഭാഗ്യം നഅമൽ ഇലാഹി അലൽ ഇബാദി കതീറതുഹു വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. മക്കളാണ് കൂട്ടരെ. മക്കൾ അവര് ബുദ്ധി കുറഞ്ഞവരാകട്ടെ, അവര് സൗന്ദര്യം കുറഞ്ഞവരാകട്ടെ, അവര് അലസതയുള്ളവരാകട്ടെ, അത് കേവലം മാംസപിണ്ഡമാകട്ടെ, മക്കളായി ഭൂമി മുന്നിൽ അല്ലാഹു തആല ആർക്കെങ്കിലും വരദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ അവരാണ് ഭൂമിയിലെ ഭാഗ്യമുള്ളവൻ. ഈ നഗരൂരിലെ ഏറ്റവും ഭാഗ്യമുള്ളവൻ ബാപ്പാന്ന് വിളിക്കാൻ മക്കളെ കിട്ടിയവനാ, ഉമ്മാന്ന് വിളിക്കാൻ മക്കളെ കിട്ടിയവരാ. അതുകൊണ്ടാണ് ഈ മൂർധന്യതയിൽ പോലും, ജീവൻ പിടഞ്ഞു പോകുന്ന നേരത്തെ പോലും ഈ പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഞാൻ ആലങ്കാരികമായി ജീവന്റെ പിടയിൽ പറഞ്ഞെന്നേയുള്ളൂ. ഈ മഹാന്മാരായ പ്രവാചകന്മാരിലേക്ക് അത് ചേർത്തുകൂടാ, അലങ്കാരിക പ്രയോഗം മാത്രമാണ്. തങ്ങളുടെ ജീവിതം അല്ലാഹുവിലേക്ക് ബലി നൽകപ്പെടുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ പോലും രക്ഷപ്പെടുത്താൻ ചോദിക്കാത്ത ഈ പ്രവാചകന്മാരെ പോലും പ്രാർത്ഥിച്ചത് ഇതിനാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. അല്ലാഹ് നല്ല മക്കളെ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. 85 വയസ്സ് കഴിഞ്ഞ വന്ധ്യവയോധികനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. പ്രായം ഒരുപാട് കൂടിപ്പോയ സക്കരിയ നബിയുടെ പ്രാർത്ഥന. അപ്പോഴും കുട്ടികളെ കിട്ടാൻ കൊതിക്കേ. അല്ലാഹ് നേരത്തെ തന്നു നമുക്ക് ഇല്ലേ? അതുകൊണ്ട് മക്കളെ വില നമുക്കറിയില്ല. മക്കളെ നന്നാക്കി വളർത്തിക്കോ. ഒരുപാട് പേര് പൊട്ടി വീഴുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ചിരിക്കാൻ കഴിയാതെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു ആ പാവങ്ങൾക്ക് മുഴുവനും മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ പള്ളിയല്ലേ,
ഈ തന്ന അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആയൂര് മീയന ഭാഗത്ത് വാഴതിന്റെ പോകുമ്പോൾ ഈ സഹോദരന്റെ മുമ്പിലേക്ക് ഒരു സഹോദരന്റെ ഭാര്യ, പാചക തൊഴിലാളിയായ പാവപ്പെട്ട സഹോദരൻ, അയാളുടെ ഭാര്യ ഒരു സ്വർണ്ണമോതിരം ഓരും കൊടുത്തു വിട്ടിട്ട് കുട്ടികളെടുത്ത് പറഞ്ഞു വിട്ടു, ഉസ്താദിന്റെ അടുത്ത് പറയുന്ന ഭർത്താവിന്റെ പാചകമാണ് ജോലി, ഒരു ഗതിയില്ലാത്തവരാ, പക്ഷെ മക്കളില്ലാത്തതിന്റെ വിഷമം തീർക്കാൻ അവിടെ മക്കളോടുള്ള കടമകളായിരുന്നു വിഷയം. ഈ സ്വർണ്ണമോതിരം ഒരു തന്ന് ഇത് തകാവിനാണ്, ഇത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയും. 14 വർഷം കൊണ്ട് മക്കളെ കിട്ടാത്തതിന്റെ ദുഃഖം എന്റെ പ്രിയപ്പെട്ടവരെ. ഇത് ഞാൻ പറയുമ്പോൾ ആ സഹോദരൻ സ്റ്റേജിലേക്ക് കയറി വന്നൊരു പാവപ്പെട്ട സഹോദരൻ, മീനക്കാര് ചിലപ്പോൾ ഇവിടെ കാണും ബന്ധുക്കളൊക്കെ. ഈ സഹോദരന്റെ മുമ്പിലേക്ക് കണ്ടു, ഉസ്താദെ ഞാൻ അത് എന്റെ ഭാര്യ ഊരി തന്നത് മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ടി സ്വതക്ക നൽകിയപ്പോ, അള്ളാഹുടെ പള്ളിക്ക് നൽകിയപ്പോ നമുക്കൊണ്ട് പള്ളി. നമ്മൾ ആലോചിക്കണം, ഈ പച്ചപ്പാവങ്ങൾ അവരുടെ ഗതികേടുകൾ തീരാൻ. പക്ഷെ അള്ളാഹ് കൊടുത്ത നേട്ടം എന്തെന്നറിയോ? ആ മജ്ലിസിനെ സാക്ഷി നിർത്തി ഈ സ്വതക്കയെ വസീലയാക്കി റബ്ബിനോട് ചോദിച്ചു. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. അള്ളാഹു ഒരു മകനെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ചിറയിൻകീഴിൽ നിന്നുള്ള അലീം എന്ന പ്രിയപ്പെട്ട സഹോദരൻ, ചിറയിൻകീഴാരെങ്കിലും വന്നവരോട് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആ സഹോദരൻ ഒരുപാട് എന്നെ വിളിച്ചു. ഞാനപ്പോ ക്ഷീണം കൊണ്ട് കിടക്കായിരുന്നു. സെക്രട്ടറി ഹബീബ് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ഉറക്കത്തിലാണ്. ഞാൻ പറഞ്ഞു, ഹബീബേ നല്ല ക്ഷീണത്തിലാണ്, പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം ഉസ്താദ് എന്ന് ചോദിച്ചു. ഇന്ന് സഹോദരൻ ഒരു അല്പം അറപ്പോടുകൂടി വിളിച്ചു. നേരത്തെ ഉസ്താദിനെ കൊണ്ട് തന്നെ വിളിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്കിൽ എത്തൂലല്ലേ, ഇനി ഞാൻ വിളിച്ച് ശല്യം ചെയ്യില്ല, കാരണം ഉസ്താദ് ഉറങ്ങണമെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അള്ളാഹു ഈ സ്നേഹത്തിന്റെ പകരം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്ന് വിചാരിച്ചാലും വിളിക്കേണ്ടെന്നല്ല കേട്ടോ. ഷിബുഖാൻ എന്തൊരു വിഷമം വന്നാലും ഷിബുഖാൻ അപ്പം വിളിക്കും. ഒന്നനങ്ങിയാൽ മതി, അപ്പൊ ഷിബുഖാൻ വിളിക്കും. അത് വേറൊരു സ്നേഹം. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതൊക്കെ സ്നേഹങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഈ അലീം എന്ന സഹോദരൻ എന്നോട് കടുവാപ്പള്ളിയിൽ വെച്ച് കണ്ടു. ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്ന സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ മക്കളില്ലാതെ വല്ലാത്തൊരു വിഷമത്തില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞു. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒരുപാട് ദുഃഖം, ഒരുപാട് ഈ മക്കളില്ലാത്ത ദുഃഖം കാരണം അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലായി സഹോദരൻ. അവസാനം ചോദിച്ചു, മക്കള് എനിക്കില്ല ഉസ്താദേ, ദുആ ചെയ്യണം, എനിക്ക് മക്കളെ കിട്ടണം. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്, അവിടെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ സഹോദരൻ സ്വതക്ക ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകൽ വെളിച്ചം പോലെ സത്യമാക്കി അള്ളാഹു തുൽക്കുന്ന അത്ഭുതങ്ങൾ നമുക്കുണ്ട്. പള്ളി ഇതേ പള്ളിക്ക് നൽകിയത് കൊണ്ടാണ് ഇവരുടെ വിഷമങ്ങൾ തീരുന്നത്. തരാൻ വേണ്ടി പറയില്ല, ചിറയിലല്ലേ, വേണമെങ്കിൽ അന്വേഷിക്കാം. ഇന്ന് ആ സഹോദരൻ വിളിച്ചു, എയർപോർട്ടിൽ കയറുന്നത് വരെ. അവസാനം ഉറക്കണിച്ചപ്പോൾ ഒരുപാട് കോള് കണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ ഈ സഹോദരൻ പറയാം, ഉസ്താദെ ഞാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ്, പോകാനായിട്ട് നിൽക്കുകയാണ്, ഒരു വലിയ സന്തോഷം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ അന്നത്തെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹം തന്നിട്ടുണ്ട്. ചാത്തമ്പാറയിൽ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് വലിയൊരു നേട്ടം കിട്ടും, പ്രശ്നമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ. ഞാൻ ദുബൈയിൽ എത്തിയതിനു ശേഷം വീണ്ടും വിളിക്കും, എന്തൊരു വിഷമം വന്നാലും വിളിക്കും, ബുദ്ധിമുട്ടാതെ എടുക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ആ സഹോദരന്റെ വിഷമം തീർക്കുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം. വല്ലാഹി പ്രിയപ്പെട്ടവരെ, പരപ്പനങ്ങാടിയിൽ ഈ വിനീതനോട് നേരിട്ട് പറഞ്ഞതാണ്. പരപ്പനങ്ങാടിയിലെ എന്റെ അഭിബന്ധ്യനായ ശൈഖുനാടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഇപ്പൊ മലേഷ്യയിലെ ആ സഹോദരൻ 18 വർഷത്തോളം മക്കളില്ലാതെ ജീവിച്ച നല്ല ദീനിയായ ചുറ്റുപാടും ജീവിക്കുന്ന ഒരു കുടുംബം. അവരുടെ നിസ്സഹായതയെ അവർ പറയണം. പിന്നെ ഒരു കുട്ടിയെ കിട്ടിയവർക്ക്, ആ കിട്ടിയതിനു ശേഷം വന്നിരുന്നിട്ട് ഉസ്താദിനോട് പറയേ, ഉസ്താദ് നേരിട്ട് പറയേ, ഞങ്ങളുടെ മഹല്ലി കിതാബ് ഓതാനായിട്ടിരിക്കുമ്പോൾ പറഞ്ഞു തരേ. ആ സഹോദരൻ ഇറങ്ങിപ്പോയി. ഇതാരെന്നറിയോ? രണ്ടാമത്തെ ജന്മമാണ്. മക്കളില്ലാതെ 18 വർഷം ജീവിച്ച് അവസാനം ഇദ്ദേഹം കയറി വരുമ്പോ ഭാര്യ വരുന്നു ഉപയോഗമില്ലാത്തവർ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ദീനിയായ കുടുംബത്തിൽ ജീവിക്കുന്ന പെണ്ണ. പക്ഷേ മനസ്സിന്റെ ദൗർബല്യം കിട്ടിയത് കൊണ്ട് നമ്മൾ ആരും ഇതൊന്നും അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഉപയോഗമില്ലാത്തവൻ ദാ കയറി വരുന്ന എന്ന് പറഞ്ഞിട്ട് അവസാനം 2 പേരും കൂടി ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിച്ചു പോയി. അവരെ ഗതികേട, അവരെ ദൗർബല്യമാണ്, അത് ഭീകരമാണെന്ന് അവർക്കറിയാം. പക്ഷേ ജീവിതം മരണമായി മാറ്റപ്പെട്ടു പോയപ്പോ വല്ലാത്തൊരു ഭാഗ്യമായി കിട്ടിയ ആരുമ്മ മക്കൾ. അതുകൊണ്ട് കിട്ടാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരുടെയും സ്വതക്കകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് മക്കളെ നൽകി. ഇപ്പൊ ഏകദേശം 10, 14, 18 വയസ്സോളം ഇരിക്കാനുള്ള സാഹചര്യം ഇങ്ങോട്ട് വന്നിരുന്നേക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക, ഭൂമി മണ്ണിലെ ഏറ്റവും വലിയ ഭാഗ്യം മക്കളാണ്. അതിനോളം വലിയൊരു ഭാഗ്യം വേറൊന്നുമില്ല. എങ്കിൽ ആ ഭാഗ്യം നമുക്ക് കിട്ടാൻ എന്ത് വേണമെന്നറിയോ? ആ ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ഭാര്യമാര് വേണം, ബാപ്പയാകണമല്ലോ, അതിന് മക്കളെ വേണം. ഭാര്യയുടെ സ്ഥാനം മനസ്സിലാക്കിയോ? ഇതുകൂടി പറഞ്ഞ് ഈ വിഷയം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തും. സഹോദരിമാർക്ക് ഇച്ചിരി പണി കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ബാപ്പ എന്ന് വിളിക്കണമെങ്കിൽ മക്കള് വേണം. മക്കളാണ് നമ്മുടെ സ്വത്ത്. ഈ മക്കളെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗേ അല്ലാഹ് നമുക്ക് തന്നിട്ടുള്ളൂ. ഒറ്റ മാർഗ്ഗേ നമുക്ക് തന്നിട്ടുള്ളൂ. ഏതാ? ഈ പെണ്ണ്, നമ്മളെ ഭാര്യ. കേവലം പെണ്ണല്ല, നമ്മുടെ ഭാര്യ. അതായത് അനുവദനീയമായ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതനായ നമ്മുടെ ഇമാമ് നമ്മുടെയും ഏതൊരു പിതാവിന്റെയും കൈപിടിച്ചുകൊണ്ട് ഏതൊരു പെണ്ണിനെ ഹലാലാക്കി തരാൻ സ്വീക ചൊല്ലി ഈജാബും കബൂലും നടത്തിയോ, ആ അനുഗ്രഹീതമായ നമ്മുടെ ഭാര്യ, അവളിലൂടെയുള്ള ലൈംഗികമായ അനുഗ്രഹവേഴ്ചയിലൂടെ അല്ലാഹ് നമുക്ക് തന്നിരിക്കുന്ന വരദാനമായ മക്കൾ, ഇത് മാത്രമേ നമുക്ക് അവകാശമുള്ള മക്കളാവൂ. എന്ന് പറഞ്ഞ വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ജനിച്ച ആ കുട്ടിക്ക് പിതാവില്ല. ഒരൊറ്റ മദ്ഹബും അത് അംഗീകരിക്കുന്നില്ല. സ്പഷ്ടമായ ഹദീസാണ്. ഒരു വ്യഭിചാരത്തിലൂടെ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ബാപ്പയാകാൻ പറ്റില്ല. ദുന്യവിയായ ഭാഗ്യം നമുക്ക് കിട്ടൂല ഈ ഭാര്യയിലൂടെ അല്ലാതെ. അതേ സമയത്ത് പെണ്ണിന് ഉമ്മയാകാം. വ്യഭിചാരം കടുത്ത തെമ്പാടിത്തരം തെറ്റ്, കടുത്ത ഹറാം, തൗബ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത പാപം. പക്ഷെ അതിലൂടെ ഒരു കുട്ടി ജനിച്ചാൽ അതിന് തള്ളയുണ്ട്, അതിന് ഉമ്മയുണ്ട്, അവൾക്ക് ഭാഗ്യമുണ്ട്, കുട്ടി എന്നുള്ള ഭാഗ്യം, ദുന്യാവിന്റെ ഭാഗ്യം. പക്ഷേ ആണിന് കിട്ടൂല, നമുക്ക് കിട്ടൂല. കിട്ടണമെങ്കിൽ ഇവള് വേണം. അപ്പൊ ശരിക്കും പറഞ്ഞ കൊച്ചുങ്ങളെ വാപ്പ എന്ന് പറയണേക്കാളും നല്ലത് കുട്ടികളുടെ ഉമ്മ എന്ന് പറയലല്ലേ കുറച്ചുകൂടെ നല്ലത്, ബഹുമാനത്തിന്റെ പദമായിട്ട്. കാരണം അവരില്ലെങ്കിൽ നമുക്ക് ഈ മക്കളെ കിട്ടൂല. അപ്പൊ മക്കളെ സ്ഥാനം വെച്ച് കണ്ടേ പറ്റൂ ഈ ഭാര്യമാരെ. അങ്ങനെ വളർത്തിയേ പറ്റൂ. ഇസ്ലാം എങ്ങനെ അവരോട് പെരുമാറണമെന്നാ പഠിപ്പിച്ചെന്നറിയോ? മോശമല്ലേ പ്രിയപ്പെട്ടവരെ കൗൺസിലിംഗിനെ വിധേയപ്പെടുത്തുക, കുടുംബ കോടതി കയറി ഇറങ്ങുക, നമ്മളെ വീട്ടിന്റെ ബെഡ്റൂമിന്റെ വിഷയങ്ങളൊക്കെ നഗരൂർ ജുമുഅത്ത് പള്ളിയിലെ അനുഗ്രഹീത പരിപാലക സമിതി ചർച്ച ചെയ്യുക. അവർക്ക് അതിനേക്കാളും അപ്പുറം പള്ളിയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. അതിനിടയിൽ നമ്മളെ വീട്ടിലെ പ്രശ്നം കൂടെ കൊടുക്കേ അവർക്ക് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം. പിന്നെ നാളെ നമുക്ക് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകണം. പാവപ്പെട്ടവന്റെ വീട് അപ്പോഴും പട്ടിണിയാ. പാവപ്പെട്ട പറയും, ഇന്നലെ ഞാൻ പള്ളിക്കോടി, മെനയാന്ന് പള്ളിക്കോടി, എന്റെ വീട്ടിലാണെങ്കിൽ ഭക്ഷണമില്ല, 6 മാസമായി ഭാര്യയെ കണ്ടിട്ട് പള്ളി എന്ന് പറഞ്ഞിടക്കണം. ഇനിയിപ്പോ നാളെ ഞാൻ ഇവരെ വീട്ടിൽ പോകണം. ഇതാകരുത്. നമ്മളെ ബെഡ്റൂമിന്റെ പ്രശ്നങ്ങൾ അവിടെ തീരണം. അതിനെന്ത് വേണം? ഭർത്താവിന്റെ നട്ടല് കാണിക്കണം, മൃഗത്തിന്റെ നട്ടലല്ല കാണിക്കേണ്ടത്. എങ്ങനെ പെരുമാറണം? ഒരൊറ്റ ആയത്തിലൂടെ ഖുർആൻ പറഞ്ഞു തീർക്കേ. നിന്റെ ഭാര്യയുടെ പിണക്കം മാറ്റാം, എല്ലാം തീരും. അവിടെ വെച്ചുകൊണ്ട് ഒരു കുടുംബ കോടതി നീ കയറണ്ട, ഒരു പള്ളി കമ്മിറ്റിക്ക് നീ പരാതി കൊടുക്കണ്ട, അയൽക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട, ഒരു പാത്രവും അടിച്ചു പൊട്ടിക്കണ്ട, ഒരു ചുവരിന്റെ പേസ്റ്റ് ആക്കിയിട്ട് നിന്റെ ഭാര്യയെ ഒട്ടിച്ചു വെക്കണ്ട, നിന്റെ മക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് അവളെ അതിക്രമിക്കണ്ട, അവളെ കണ്ണുനീരുകൾ നിനക്ക് വേണ്ടി ഒലിപ്പിക്കണ്ട. പിന്നെയോ അവളോട് എങ്ങനെ പെരുമാറണം? അപമര്യാദ അവളിൽ നിന്ന് വരും, പിണക്കങ്ങൾ അവളിൽ നിന്ന് വരും. എങ്ങനെ പെരുമാറണം? വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅദൂഹുന്ന വഖ്തുറൂഹുന്ന ഫിൽ മളാജി വളരിബൂഹുന്ന فإن أطعنكم فلا تبغوا عليهن سبيلا. നഗരൂരിലെ ഭർത്താക്കന്മാരോട്, കുടുംബജീവിതം കേട്ടിരിക്കുന്ന ഭർത്താക്കന്മാരോട് ഖുർആൻ പറയുന്ന ഒരധ്യായത്തിലൂടെ നിങ്ങളെ കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള ഒരൊറ്റ എളുപ്പ വഴി, 3 ഘടകങ്ങൾ അവിടെ തീരും നിങ്ങളെ പ്രശ്നം. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, നഗരൂരിലെ ഭർത്താവേ, നിന്റെ ഭാര്യയുടെ അധമകേടുകൾ നിനക്ക് പ്രശ്നമായി വരുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ മോശഫലങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പച്ചയായി നിന്നോടുള്ള പെരുമാറ്റത്തിൽ പിണക്കം അവള് കാണിക്കുന്നുവെങ്കിൽ നിന്റെ കൈക്കരുത്ത് അവളുടെ ശരീരത്തിൽ തീർക്കരുത്. ആരോഗ്യമുള്ളവനായിട്ട് ഏറ്റുമുട്ടണം. സെക്രട്ടറി പറയാം. അല്ലാതെ ഈ അബലതയുടെ ചപലതയുടെ പ്രതീകമായ പെണ്ണിന്റെ ശരീരത്തിലല്ല നിന്റെ കരുത്ത് തീർക്കേണ്ടത്. അവൾ അപമര്യാദയായി പെരുമാറുന്നുണ്ടോ? ആദ്യം നീ ചെയ്യേണ്ട പണി എന്തെന്നറിയോ? ഖുർആൻ എത്ര സുന്ദരമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യണം നോക്ക്. ഇതാണ് ഖുർആൻ. ഇതുപോലത്തെ ഒരു ഗ്രന്ഥം തരാൻ ലോകത്തിന് സാധ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് ഇസ്ലാം എന്ന സത്യം. ഇന്നലെ ജുമുഅത്ത് പള്ളിയിൽ ഒരു സഹോദരൻ വന്നു, മിലിറ്ററി, ആസാമിലായിരുന്നു. അവിടെ ഈ തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് കല്യാണം കഴിച്ച പോങ്ങനാട് സ്വദേശിയായി എന്തോ ഒരു പേര് പറഞ്ഞു, റാഷിദ് എന്നോ എന്തോ ഒരു പേര് പറഞ്ഞു. ആ സഹോദരൻ എന്നെ ജുമ കഴിഞ്ഞു, സജിയെ നല്ല നമ്മളെ അവിടെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ നേരെ കയറി മുകളിലോട്ട് വന്നിട്ട് ഞാൻ ഉസ്താദിനെ പരിചയപ്പെടാൻ വന്നതാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇന്നലത്തെ ആ പ്രസംഗം കേട്ടപ്പോ അല്ലാടെ ദീനിന്റെ വാക്കുകൾ ആയതുകൊണ്ട് തട്ടിയതാ, പറഞ്ഞത് അബൂദാബി ആയതുകൊണ്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഉസ്താദ് പറഞ്ഞ ഇതിനേക്കാളും കൊള്ളും. അതിന് മാത്രം സൂക്ഷ്മതയാണ് ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അല്ലാഹു തആല അനുഗ്രഹം നൽകുമാറാകട്ടെ. എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ കഴിച്ച പാത്രം എടുത്തോണ്ട് കഴുകാൻ
അല്ലാഹു ഈ വിനയത്തിന്റെ പകരം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ പാത്രങ്ങൾ ഉണ്ണാനുള്ള ഭാഗ്യം അദ്ദേഹത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരൻ വന്നിട്ട് പറയാ, ഉസ്താദേ ഇന്നലത്തെ ജുമാ പ്രസംഗം കേട്ടപ്പോൾ വല്ലാതെ നൊന്തു. കാരണം ഞാനൊരു പൊതുവിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ഇന്നലെ ഖുർആനായത്തും അതിന്റെ അർത്ഥങ്ങളും മുഹറം മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇസ്ലാമിന്റെ വിജയത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ഖുർആൻ പറയുന്ന ഒരു പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോ ചെറിയ മനസ്സല്ലേ, ഇസ്ലാം ഇങ്ങനെ വളർന്നു വരുന്നുള്ള മനസ്സിനകത്ത് വല്ലാത്തൊരു മാറ്റം. ഇതാണ് ഖുർആൻ. നമുക്ക് അഭിമാനിക്കാൻ അല്ല വരദാനമായി നമുക്ക് തന്ന ആദർശവും ഭരണഘടനയുമായ വിശുദ്ധ ഖുർആൻ. അതിനോളം വരില്ല എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഒരു പ്രത്യേക ശാസ്ത്രങ്ങളും. ആ ഖുർആനിലൂടെ സുന്ദരമായി അല്ല പറയേ, നിങ്ങളുടെ ഭാര്യമാരുടെ പിണക്കങ്ങളും വിഷമങ്ങളും നിങ്ങൾക്കുണ്ടോ, അവൾക്ക് നല്ല വാഴ പറഞ്ഞു. സജീവുണ്ടോ ഇവിടെ? സജീവനല്ലേ പേര്? പറയാൻ വേണ്ടി ഇവര് വിളിക്കും വീടുകളിലെ 4 ക്യാബിനും 2 ആമ്പിൾ പയറൊക്കെ ആയിട്ട് അങ്ങ് ചെന്നേക്കണം കേട്ടോ. ചിരിക്കണോ? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വാഴ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറയണം? മോളെ ഇങ്ങോട്ട് വാ അല്ലെ, എന്താ വിളിക്കുക? അങ്ങനെ മോളെ എന്താ അവിടെ നീ വിളിക്കുന്ന ഭാഷയിൽ വിളി. ഇച്ചിരി സ്നേഹമൊക്കെ ഒന്ന് അഭിനയിക്കുക, കുറെയൊക്കെ അങ്ങനെ കാണിക്കണം. വിളിക്കണം, കേവല അഭിനയവും കപടവുമാകരുത്. വിളിച്ചെടുത്തിരുത്തിട്ട് പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ കുതിരി മാറുമ്പോൾ പെണ്ണെ ഇങ്ങനെയൊന്നും കാണിക്കരുത്, ഇതൊക്കെ എന്ത് സ്വഭാവമാ, ഇങ്ങനെയൊക്കെ നീ പെരുമാറാനുള്ളത്. നീ ഒന്നും കേട്ടിട്ടില്ലേ ഭർത്താവിനോട് എങ്ങനെ പെരുമാറേണ്ടത്? നിന്റെ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു രാത്രി കഴിഞ്ഞു കൂടിയാൽ വെളുക്കും വരെ ആകാശ ലോക സമസ്ത മലക്കുകളും നിന്റെ ശപിച്ചുകൊണ്ടിരിക്കുന്ന നബിയല്ലേ പറഞ്ഞത്. അതിനിടയിൽ ഇങ്ങനെ നീ മരിച്ചു പോയാ കഴിയോ? നിനക്ക് കഴിയോ? നീ അങ്ങനെ ജീവിച്ചോ? സരളമായ ഉപദേശം, സരളമായ പറഞ്ഞു. അവിടെ തീരും നിന്റെ പ്രശ്നം, അവിടെ അവസാനിക്കും നിന്റെ പ്രശ്നം. ഈ മാനികമായ ലോലഹൃദയമാണ് നിന്റെ പെണ്ണിനെങ്കിൽ അവിടെ തീരും സഹോദര നിന്റെ പെണ്ണിന്റെ പ്രശ്നം. തീരൂല ഉസ്താദേ, അത് നീ പറയണ്ട. അവളെ സൃഷ്ടിച്ച അല്ലയാ പറഞ്ഞത് മിക്കവാറും അവിടെ അവസാനിക്കും. ഇനി അവിടെ അവസാനിക്കില്ല, കുറച്ചുകൂടി പ്രശ്നം. അളിച്ചു മുറ്റ 4 ആങ്ങളുണ്ടെന്നുള്ള ചെറിയൊരു അഹങ്കാരമൊക്കെ ഉള്ള ആളാ. എന്നെ തുടയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ ഇറച്ചിട്ടുകാരാ എന്റെ സഹോദരൻ കളിഞ്ഞു വന്ന കശാപ്പ് ചെയ്തുള്ള ഈ ഒരു അവസ്ഥയില. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ മാർഗം ഖുർആൻ പറയുന്നുണ്ട്. നിന്റെ ഉപദേശത്തിൽ എങ്ങാനും അവളെ വീണിട്ടില്ലേ, അവളെ തല്ലേം ചെയ്യരുത്, കൊല്ലേം ചെയ്യരുത്. പണ്ട് അവസാനം ഗതികെട്ട ഈ ടീം പറയണ വാക്കെന്തറിയോ? സഹിക്കാൻ പോയി ചത്തളയാൻ പറയാം. പിന്നെ ഗതികെട്ട് ഒരു കുടിയൻ തങ്കപ്പൻ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ. അവനെ പാമ്പ് തന്നെ വിളിക്കുക. രാത്രി ആരെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ പറയണത് കുടിയൻ തങ്കപ്പം പാമ്പ് കാണും, അതുകൊണ്ട് സൂക്ഷിച്ചു പോകാനാ പറയണത്. കാരണം അങ്ങനെ ആളിന്റെ ആട്ട 24 മണിക്കൂറും വെള്ളമില്ലാതെ അവനെ കാണല് വളരെ കുറവാണ്. അങ്ങനെ ഈ വെള്ളം അടിച്ചിട്ട് ഇവൻ ചെന്ന ഇവന്റെ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ പേസ്റ്റാക്കി ഒട്ടിച്ചു വെക്കുക. പിന്നെ വൈകുന്നേരം മക്കളായിട്ട് പറഞ്ഞ വലിച്ചിളക്കി താഴെ പോയി. ഇങ്ങനത്തെ പണിയാ. അവസാനം മടുത്തിട്ട് അവസാനം ഒരു ദിവസം കുടിച്ചോണ്ടപ്പോൾ പോയി ചത്തിലടവേ. ഇയാൾ ഇങ്ങനെ ജീവിക്കണേക്കാളും പോയി ചത്തലടവേ. ഓൻ കുടിച്ചിരിക്കുന്നു. ഓൻ പറഞ്ഞു, കുടഞ്ഞ ഭാഷ പറഞ്ഞു, ഞാൻ ചാവോടി പോയി ചത്തലട. ഇയാള് ചാകലാണ് എനിക്ക് ജീവിച്ചിരിക്കണേക്കാളും നല്ലത്. ഞാൻ ചത്താ നിനക്ക് ആളില്ലാതെ, എനിക്ക് ആള് വേണമെന്നില്ല, ഇനി എനിക്ക് ജീവിക്കാൻ അറിയാം. ആളുണ്ടായിരുന്നിട്ട് എന്റെ ഗതി ഇങ്ങനെ, ആളില്ലാതെ ജീവിച്ചോളാം, ചാവാൻ പറഞ്ഞു. എങ്കിൽ ഇവളൊന്ന് കാണിക്കണമെന്നും പറഞ്ഞ് നേരെ പോയി കിണറിൽ കിടന്ന കയറൂരി എടുത്തു. അടുത്തുണ്ടായിരുന്ന പ്ലാവിന്റെ മുകളിൽ കയറി താഴെ നിന്ന് നോക്കിക്കേ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഡീ ചത്തുള, ഇയാൾ എനിക്ക് വേണമെന്നില്ല. ഇവിടെ ഇയാൾ നേരെ പോയി ഒരു കൊമ്പിന്റെ മുമ്പിൽ നിന്ന് താഴെ നോക്കി അളന്നു. ശരിക്ക് കഴുത്തിട്ട് കയറ് ശരിക്കൊന്ന് മുറുക്കി വീണ്ടും ചോദിച്ച്, ഞാൻ ചാവോടി ഇയാള് വിളിയും വിളിച്ചോണ്ട് എടുത്ത ഒരൊറ്റച്ചാട്ടം താഴെ വീണു. കാലും കൈ ഓടിച്ചു കുടിച്ചിരിക്കല്ലേ, ബോധമില്ല, മുകളിലേക്ക് എത്താൻ മറന്നു. ഇതാകരുത് നമ്മുടെ ശൈലി. ഖുർആൻ പഠിപ്പിച്ചു, നിന്റെ ഭാര്യയ്ക്ക് നല്ല ഉപദേശം നൽകണം പൊന്നുമോനെ. നീ അവിടെ തീരും അവരുടെ പ്രശ്നം. ഇനി അവിടെയും തീരുന്നില്ല പ്രശ്നമെങ്കിൽ 2ാമത്തെ മാർഗം ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ 2ാമത്തെ മാർഗം പറഞ്ഞു. സമയം ഒരുപാട് നീണ്ടു പോകുന്നു. ഖുർആൻ 2ാമത്തെ മാർഗം പറഞ്ഞു, നിന്റെ
നിന്റെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തുക. പ്രയോഗം ശ്രദ്ധിക്കണേ. മനഃശാസ്ത്രപരമായി ഖുർആൻ ശരിക്കും പിടിച്ചൊലക്കെ. ഇവരുടെ പ്രകൃതി അറിയുന്ന അല്ലാഹ്. നമുക്ക് കിട്ടൂല ഇവരുടെ മനസ്സ് വായിക്കാൻ പറ്റൂല. പെണ്ണിന്റെ മനസ്സിന്റെ ആ ഒരു പോക്ക് ഇന്ന് വരെ പിടുത്തം കിട്ടിയിട്ടില്ല. അവരെ സൃഷ്ടിച്ച അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട് ഇവരെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. രണ്ടാമത് അവരുടെ മുമ്പിൽ കാർക്കശ്യം കാണിച്ചാലൊന്നും നടക്കുന്നില്ല. അതിനപ്പുറം അവർ തിരിച്ചു കാണിക്കും. തല്ലാൻ പറഞ്ഞാൽ ഒന്നുകൂടെ തല്ലാൻ പറയും. അവസാനം ഒടിഞ്ഞ് താഴെ വീണാലും പറയും ധൈര്യം അപ്പോഴും ആള് തീരാറായിട്ടുണ്ടാവും. ഇതാ പറയുന്നത്. അതിനങ്ങനെയൊന്നും മരിക്കാൻ പറ്റില്ല. ഖുർആൻ സുന്ദരമായി പഠിപ്പിക്കില്ല. അതല്ലേ നബി എന്ന ഭർത്താവ് ലോകത്തിന് കാണിച്ചു തന്നത്. രണ്ടാമത്തെ മാർഗം ഖുർആൻ പറഞ്ഞു കിടപ്പറയിലൊന്ന് മാറ്റി കിടത്ത്. അൽ മലാജിഅ. ഖുർആൻ പറഞ്ഞത് കേട്ടോണ്ട് ഉടനെ വിളിച്ച് പള്ളി കമ്മിറ്റിക്കാരെ കൈ വീട്ടിൽ കൊണ്ടാക്കി. ഖുർആൻ പറഞ്ഞത് മാറ്റി കിടത്താനാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെയല്ല. അൽ മലാജിഅ, നിന്റെ ബെഡ്റൂമിൽ നിന്റെ കിടപ്പറയിൽ മാറ്റി കിടത്തി. അടുത്ത റൂമിലും അല്ല, അപ്പുറത്തെ വീട്ടിലും അല്ല, നിന്റെ ബെഡ്റൂമിൽ നിന്റെ കിടക്കയിൽ നിന്ന് മാറ്റി കിടത്തണം. പായിൽ നിനക്ക് അവകാശമില്ല എന്റെ കൂടെ കിടക്കാൻ. അവള് തറയിലും കിടക്കുക, നീ മുകളിലും കിടക്കുക. നീ കട്ടില്ല മുകളിൽ, അവള് തറയിലും പായിലും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്നലെ അവരെ ഒരുമിച്ച് കിടന്നവരാ. ഖുർആൻ പറഞ്ഞ ഭാഷയും കേട്ടോണ്ട് കിടത്തിയതാ. പുല്ല് കിടത്തുകയും ചെയ്ത് ഉറക്കവും പറഞ്ഞില്ല. ഇതാ ശൈലി. ഇതാ ഖുർആൻ പറയണത്. ഇതിനാ ഖുർആൻ ഈ പഠിപ്പിക്കുന്നത്. അൽ മലാജി, കിടന്നോക്ക്. അങ്ങനെ തന്നെ തിരിയും. നമ്മളെ പ്രകൃതി അളന്നിട്ടാണ്. മാറ്റി കിടത്തിയാലും നീ മനസ്സ് വരില്ല. ഇതാണ് ഖുർആൻ. ഒരുമിച്ച് കിടക്കണം. നീ കട്ടില് കിടക്കടി. അവിടെ കിടത്തിയ കുറച്ച് കഴിയുമ്പോ നീ എന്നെ തുടങ്ങും. പടച്ചോനെ, അബൂറബീന്റെ പ്രസംഗമൊക്കെ ഇന്നലെ പോയി അങ്ങനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു. കാരണം ഒരു രക്ഷയില്ല. ചിരി വരുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? ഉടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഒന്നേ നീ എന്നെ വെള്ളം ഇല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങും. അങ്ങോട്ടും പറഞ്ഞിരുന്നു ഇങ്ങോട്ടും പറഞ്ഞിരുന്നു. ഉറക്കവും വരുന്നില്ല. വെറുതെ വെള്ളം ഉണ്ടാക്കി അവളെ എന്നെ ഇങ്ങോട്ട് പറയും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആവശ്യമില്ലാതെ കയറി വന്നിട്ട് ഉടനെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കണം. വെറുതെ ഇരുന്ന് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കണം പറഞ്ഞു. ഒരു പക്ഷേ അവിടെ നിന്ന് തുടങ്ങും. അപ്പൊ നീ ചിലപ്പോൾ അവിടെ അടയും കടി എന്നൊക്കെ നീ തിരിച്ചു പറയും. കുറച്ച് കഴിഞ്ഞിട്ട് നീ ഒന്നും അനങ്ങുന്നില്ല എന്ന് കണ്ട അവളെ വീണ്ടും തുടങ്ങും. എന്തൊരു മനസ്സാന്തോ ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര്. കശ്മലം അല്ലാത്തൊരവസ്ഥ ഒന്നും വിളിക്കണോലുമില്ല. ഞാനെല്ലാം മണക്കൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയും. ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് തിരിയും. എങ്ങനെങ്കിലും അന്നത്തെ രാത്രി പിരിയുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നാ. ഇത് അബൂറബിയെ പറയില്ല. നമ്മുടെ പ്രകൃതി അറിയുന്ന, നമ്മുടെ വാശി അറിയുന്ന, ഈ വർഗത്തെ അറിയുന്ന, ഇവരുടെ വാശിയും ഇവരുടെ അബലതയും ഇവരുടെ ദൗർബല്യവും അറിയുന്ന അല്ലാഹു പറയുന്നു, നഗരൂരിലെ അനുഗ്രഹീത പെണ്ണുങ്ങളാണെങ്കിൽ അന്നത്തെ രാത്രി കൊണ്ട് തീരും നിങ്ങളെ പ്രശ്നം. നിങ്ങൾ എന്തിനാ പള്ളി കമ്മിറ്റിക്ക് ലെറ്റർ കൊടുക്കണേ? നിങ്ങൾ എന്തിനാ കൗൺസിലിങ്ങിനെ വിധേയപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് എന്താ മാനസിക രോഗം? നിങ്ങൾ ഒതുക്കണം നിങ്ങളെ പ്രശ്നങ്ങൾ. നാണക്കേടല്ലേ? ഇനി അവിടെയും തീരല്ല പ്രശ്നം. മുറ്റ ആള് നഗരൂരുകാരിയല്ല. ഇങ്ങനെയല്ലേ പറയാൻ പറ്റും? കാരണം എനിക്ക് കഴിഞ്ഞ് പോണം, നാളെ ഇതുവഴി വരണം ഒക്കെ പ്രശ്നം ഉണ്ടാതെ കൂടെ വേണം കേട്ടവനെ. ഇനി അവിടെ ഒതുങ്ങുന്ന പ്രശ്നം ഇത്തിരി കട്ടിയ ആള് ഇച്ചിരി മുറ്റ. പിന്നെന്ത് ചെയ്യാനാ? അവസാനത്തെ മാർഗം അല്ല പഠിപ്പിച്ചോ. ഈ രണ്ട് പ്രശ്നത്തിലും നിന്റെ പെണ്ണൊതുങ്ങുന്നില്ലെങ്കിൽ മൂന്നാമത്തെ മാർഗം അല്ല പറയുന്നു, അടിച്ചേക്ക്. ഇതൊന്ന് കേട്ടാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റവും. എന്താടിയാണെന്നറിയോ? ചെറുപ്പക്കാർ നമ്മളെ മക്കളൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. മക്കളെ ഏതടിയാന്ന് പറഞ്ഞാ ബാക്കി കൂടെ കേട്ടിട്ട് പോണേ. ഉസ്താദ് അബൂ റഫീ അടിക്കണമെന്ന് പറഞ്ഞു. ഇനി വരങ്ങ് പോകും. ബാക്കിയെല്ലാം ഇരുന്ന് ഉറങ്ങും. പണ്ടില്ല അള്ളാഹെ കാണാൻ പോയ കഥ പറഞ്ഞതൊക്കെ അവസാനം ഇരുന്ന് ഉറങ്ങും. അടിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഈ രണ്ട് കർമ്മം എന്തെങ്കിലും നിർവഹിച്ച് മൂന്നാമത്തെ അടിയാണ്. ആൾക്കാരെ വിളിച്ചിട്ട് എന്താടാ കുടുംബജീവിതം കേട്ടിട്ട് ഇങ്ങനെ തല്ലടാ, നിങ്ങളാരും ക്ലാസ് കേട്ടില്ലേ, വാഴ കേട്ടില്ലേ? ഞാൻ നന്നായിട്ട് കേട്ടു. ഉസ്താദ് പറഞ്ഞ മൂന്നാമത്തെ മാർഗം അടിക്കാൻ. ആ അടിയായി അടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞ അടി. പിന്നെയോ പൊട്ടരുത്, വേദനിക്കരുത്, ചുവക്കരുത്, നോവരുത്. പിന്നെന്തിനാ അടിക്കുന്നത്? പിന്നെന്തിനാ അടിക്കണ? പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഖുർആൻ നമ്മുടെ ഭാര്യമാരോടുള്ള ഓമനത്വം പഠിപ്പിക്കുന്നത്. അടിക്കണം നീ അവളെ. എന്തിനാണെന്നറിയോ? നീ അങ്ങനെ അവളെ വേദനിപ്പിക്കാറില്ല. ഒരു സാമ്പിൾ ഞാൻ പറയാം. നമ്മളെ ഭാര്യമാരെ പലരും പേര് വിളിക്കാറില്ല. ഓമനത്തോടെ എന്തെങ്കിലും ഡേ എന്തെങ്കിലും ഒരു
അതല്ലെങ്കിൽ ചിലപ്പോ പേര് വിളിക്കുന്നവർ ചിലപ്പോ എടിയെന്നോ എവിടെയെന്നൊന്നും വിളിക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ ഈ ഓമനത്തോടെ വിളിച്ചിരുന്നിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഈ ഓമനത്തോടെ വിളിച്ചിരുന്ന ആള് പെട്ടെന്ന് പേര് വിളിക്കും, അല്ലെങ്കിൽ അതുവരെ വേറെന്തെങ്കിലും വിളിച്ചോണ്ട് എങ്ങനെ വരും? ഓടി വന്നിട്ട് നിങ്ങൾ എന്നെ എടിയെന്ന് വിളിച്ചോ, നിങ്ങൾ എന്റെ പേര് വിളിച്ചോ, ഞാൻ പൊരുത്തപ്പെടില്ല കേട്ടോ. പെട്ടെന്ന് മാറി. ഇതാ മനസ്സ്, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കിടന്ന് ബദർ യുദ്ധം നടത്താന്ന് വിചാരിച്ചാൽ വല്ലതും നടക്കും. ഇത് വെറുതെ കലവും ചട്ടിയും കേട്ട് വരുത്താന്നല്ല, നാളെ നമ്മൾ തന്നെ പോയി വാങ്ങേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചോ, ഞാൻ മിണ്ടുന്നുണ്ടോ. ഇങ്ങനത്തെ ഒരു ശൈലി. ഇതാ ഖുർആൻ പറയാൻ ഇതുവരെ അടിച്ചിട്ടില്ല, ഇതുവരെ നുള്ളിയിട്ടില്ല, ഇതുവരെ നോവിച്ചിട്ടില്ല. നീ അടിയുടെ ഒരു പ്രഹസനം നടത്തുമ്പോ അവള് പെട്ടെന്ന് ചിന്തിക്കും, അല്ല പറയേ. അവള് ചിന്തിക്കും, പടച്ചോനെ, എന്റെ ഭർത്താവ് ഇന്ന് വരെ എന്നെ നോവിച്ചിട്ടില്ല, ആ ഭർത്താവ് എനിക്കെതിരെ കമ്പെടുത്തോ, എന്നെ ഒന്ന് തല്ലിയോ, പ്രശ്നങ്ങൾ അത്രത്തോളം എത്തിയോ. ഇച്ചിരി മതി ഭയം കൂടാൻ, ബാക്കി നമ്മളെ കണ്ണടച്ചു കൊടുത്താൽ മതി. ബാക്കി അവര് അവിടെ നിന്ന് വേദനിച്ചോളും. ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകും. അവിടെ തീരും അവളുടെ പ്രശ്നം. അങ്ങനെ ഈ 3 പ്രശ്നങ്ങളിലൂടെ നഗരൂരിൽ പ്രിയപ്പെട്ട ഭർത്താവേ, നിന്റെ ബെഡ്റൂമിന്റെ ഉള്ളറയിലൂടെ പിണക്കം മാറ്റാൻ നിനക്ക് കഴിയുമെന്ന് നിന്റെ പ്രകൃതി അറിയുന്ന, നിന്റെ ഭാര്യയുടെ പ്രകൃതി സൃഷ്ടിച്ച യജമാനനായ അല്ലാഹു പറയുമ്പോ അടുത്ത മാർഗം അല്ലാഹു തആല പറയുന്നു, ഫഇൻ അതഅനകും ഫലാ തബ്ഗൂ അലൈഹിം സബീല. ഈ 3 മാർഗത്തിലൂടെ നിന്റെ പ്രശ്നം തീരുമ്പോ, നിന്റെ ഭാര്യയുടെ പിണക്കം തീരുമ്പോ, 4മതൊരു മാർഗം നീ സ്വീകരിക്കല്ലേ മോനെ. നീ നഗരൂര് ജമാഅത്തിന്റെ കത്ത് കൊടുക്കല്ലേ മോനെ. ഒരു കുടുംബ കോടതിയും കയറിയിറങ്ങല്ലേ മോനെ. നാട്ടുകാരെ വിളിച്ച് മധ്യസ്ഥ വഹിപ്പിക്കരുതേ മോനെ. നിന്റെ അയൽക്കാരെടുത്ത് പരാതിയുമായി കടന്നു ചെല്ലല്ല ഭർത്താവേ. ഫലാ തബ്ഗൂ അലൈഹിം സബീല. ഇനി ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ ആണത്തമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ചെറിയ തോതിലൊന്ന് മനസ്സിലാക്കുക. ഇനി എന്റെ നഗരൂരത്തെ സഹോദരിമാരും ഉമ്മമാരും ഇച്ചിരി ഒന്ന് മനസ്സിലാക്കുക. അങ്ങോട്ട് പറയേണ്ട ആരങ്ങളെ ഭർത്താവെന്നറിയോ? ഇവരങ്ങനെ സുഖിച്ചിരിക്കരുത്, ഇന്ന് പോലെ വീട്ടിൽ കുറച്ച് സമാധാനമായിട്ട് കഴിയാമെന്നും പറഞ്ഞു. ആരങ്ങളെ ഭർത്താവെന്നറിയോ? നിങ്ങൾക്ക് കൊഞ്ഞന കുത്താനുള്ളവരല്ല, നിങ്ങൾക്ക് മുറുമുറുത്ത് സംസാരിക്കാനുള്ളവരല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ദോയിരിക്കുന്നു പോയെടുത്തോ എന്ന് പറയേണ്ടവരല്ല. നിങ്ങളെ വീട്ടിലേക്ക് കയർന്നു വരുമ്പോ നാൽക്കാലികളെ പോലെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടവരല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നാൽക്കാലികളാണെങ്കിൽ എന്ത് വ്യത്യാസം? ഇതല്ല ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എത്ര സൗന്ദര്യം കുറഞ്ഞവനും ആകട്ടെ, എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവനും ആകട്ടെ, എത്ര ബുദ്ധി കുറഞ്ഞവനും ആകട്ടെ, അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ബഹുമാനിച്ചാദരിച്ച് എഴുന്നേറ്റ് പറ്റും. അവൻ ചോദിക്കുമ്പോ ദയിരിക്കുന്ന എടുത്തു കുടിച്ചോ എന്നല്ല പറയേണ്ടത്, നീ എടുത്തു കൊടുക്കേണ്ടതാണ് നിന്റെ ധർമ്മം. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും തീർച്ച. ഇതൊന്നും ഒരു ചെറിയ വിഷയമല്ല. ഭാര്യയുടെ കർത്തവ്യം എന്തെന്ന് നാളെ റബ്ബ് ചോദിക്കും. നീ ഉത്തരം പറയേണ്ടത്. ഞാൻ അവിടെ എടുത്ത് വെച്ചു കൊടുത്ത് പോയി കുടിക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ പിടിക്കും നിന്നെ അവിടെ ഇട്ട്. കാരണം ആരാ നിന്റെ ഭർത്താവെന്നറിയോ? ചെറുതല്ല നിന്റെ ഭർത്താവ്. നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ഭർത്താവ്. ബാക്കി നീ ചിന്തിച്ചാൽ മതി നിനക്ക് എന്ത് കിട്ടുമെന്ന്. ബാക്കിയൊക്കെ അവിടെ നിൽക്കും, ബാക്കിയെല്ലാം അവിടെ നിൽക്കും. നിന്റെ ഇബാദത്ത് കംപ്ലീറ്റ് അവിടെ നിൽക്കും. നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്കുണ്ടോ പെങ്ങളെ? കുടുംബജീവിതം ആലോചിക്കും. അവിടെ പൊരുത്തമാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്, പ്രതീക്ഷിക്കുക. അതല്ല, ഭർത്താവ് നിന്നെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടെ, വല്ലാതെ പ്രയാസപ്പെടെ. നിന്റെ നാവ്, നിന്റെ പ്രവൃത്തി, നിന്റെ പെരുമാറ്റം, ഇതെല്ലാം പുള്ളിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അപകടമാണ് നിന്റെ ജീവിതം. മരണത്തിന് ശേഷം നിന്റെ കാത്തിരിക്കുന്നത് മിക്കവാറും നരകമായേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതെന്റെ വാക്കല്ല, നബിയുടെ മുമ്പിലേക്ക് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാര്യയും വിളിച്ചുകൊണ്ട് ഭർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ കണ്ടോ, രാവും പകലും വിശ്രമം ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ വീട്ടിലേക്ക് കടന്നു വരുന്നത്. കടന്നു വന്നാൽ ഇവൾ ഈ നാവ് കൊണ്ട് എന്നെ അതും ഇതും പറഞ്ഞ്, ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് എന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും. നബി സഹിച്ച് മടുത്ത് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, തന്നെ പെണ്ണെ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് കള്ളം പറയില്ല, തലകുനിച്ച് നിന്നു. നബി തങ്ങൾ പറഞ്ഞു, കൈഫ അന്തി ബിഹി, നീ എന്ത് കണ്ടിട്ടാ പെണ്ണെ ഈ കിടന്ന് ചാടണത്? നീ എന്ത് കണ്ടിട്ടാ ഇവന്റെ സമാധാനം കെടുത്തേണ്ടത്? നിനക്കറിയോ, നിന്റെ സ്വർഗവും ഇവനാ, നിന്റെ നരകവും ഇവനാ. ഏത് വേണമെങ്കിൽ നിനക്ക് തിരഞ്ഞെടുക്കാം. സ്വർഗമാണ് വേണ്ടതെങ്കിൽ ഇവനെ തൃപ്തിപ്പെടുത്തിക്കോ, നരകമാണ് വേണ്ടതെങ്കിൽ ഇനിയും നിനക്ക് അങ്ങനെ തന്നെ ജീവിക്കാം. നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ നഗരൂരത്തെ പെങ്ങൾ ശ്രദ്ധിച്ചോ, ആരുമാകട്ടെ, ചിലപ്പോ നഗരൂരുകാര് തട്ടിക്കളിക്കുന്ന തരത്തിൽ വ്യക്തിത്വ വികാസം കുറഞ്ഞവനാകാൻ നിന്റെ ഭർത്താവ്. പക്ഷെ നിന്റെ ഭർത്താവ്, നിന്റെ ബാപ്പ, നൂറുകണക്കിന് മോമിനീങ്ങളുടെ സാന്നിധ്യത്തിൽ 2 സാക്ഷികളുടെ നിർബന്ധ വ്യവസ്ഥയിൽ അനുഗ്രഹീത ഇമാമാണ് നിന്റെ കൈപിടിച്ചു കൊടുത്തത് നിക്കാഹ് പരിശുദ്ധ കർമ്മത്തിലൂടെ. അതോടുകൂടി ഭർത്താവ് നിന്റെ മുമ്പിൽ രാജാവായി മാറ്റപ്പെട്ടു പോയി. എന്താ അവന്റെ സ്ഥാനം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം സ്വഹാബത്ത് കടന്നു വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, ഞങ്ങളെ ഒട്ടകത്തിന്റെ പേ പിടിച്ചു നബിയേ, ഞങ്ങളെ പേ പിടിച്ച ഒട്ടകം ആക്രമണോത്സക ക്രൗര്യതയോടുകൂടി നിൽക്കുന്നു. ഒരാൾക്കും അടുക്കാൻ കഴിയുന്നില്ല, ഒരാൾക്കും വഴിപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് നബിയേ, അങ്ങ് ഞങ്ങളെ ഒട്ടകത്തെ വഴിപ്പെടുത്തി തരണേ നബിയേ. ഇത് കേൾക്കേണ്ട താമസം നബി തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തുൽ കിറാമുണ്ട്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അൻസാറുകളുടെ ഗോത്രപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ചുറ്റുവട്ടത്ത് നൂറുകണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. പക്ഷേ തലയെടുപ്പോടുകൂടി ആര് തന്റെ അടുത്തേക്ക് വന്നാലും അവരെ അടിച്ചു തീർക്കുമെന്ന ക്രൗര്യതയോടുകൂടി, എന്ന തൃഷ്ണയോടുകൂടി, എന്ന സംഹാരിത മനോഭാവത്തോടുകൂടി നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെ കണ്ടു. ഒരാളും അടുക്കുന്നില്ല. കണ്ടപാടെ നബി തങ്ങൾ കൂസലില്ലാതെ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. ഉടനെ സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞു, നബിയേ, ഭ്രാന്ത് പിടിച്ച ഒട്ടകമാണ് നബിയേ, ഈ സമയത്ത് അങ്ങാരാണ് നീ ഒട്ടകത്തിന് തിരിയില്ല നബിയേ, അതുകൊണ്ട് ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലല്ല. വല്ലാഹി മാ ബഅദൽ ഹബീബി മുഹമ്മദി. എന്റെ പ്രിയപ്പെട്ടവരെ, കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. എന്തോ ഒരു സൗഭാഗ്യവാന്മാരാണ് സ്വഹാബത്തുൽ കിറാമെന്ന് തിരിച്ചറിയുക. പൂനിലാവ് പോലും കാണിച്ചു പോകുന്ന നബി തങ്ങളുടെ സുന്ദരമായ സൗരഭ്യവും, അതുപോലെ തന്നെ അടിമയുടെ ധർമ്മം പകൽ വെളിച്ചം പോലെ ലോകത്തിന്റെ ജീവിത ധർമ്മമാക്കി കാണിച്ചു കൊടുത്ത സുന്ദരമായ ജീവിതവും കൊണ്ട് അനുഗ്രഹീതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. പിടിപ്പടക്കങ്ങളായ സ്വഹാബത്തിന്റെ നെഞ്ചകം മാറി ഒട്ടകം നബി തങ്ങളെ ഉപദ്രവിക്കുമോ, അതിന്റെ ക്രൗര്യ സ്വഭാവം എടുക്കുമോ? സ്വഹാബത്ത് ഞെട്ടലോടുകൂടി കൊണ്ട് നിൽക്കുന്നു. നബി തങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു സൂചി വീണാൽ അതുപോലും കിടിലൻ ശബ്ദമായി മാറുന്ന തരത്തിലുള്ള നിശബ്ദത. എല്ലാവരും പേടിയോടുകൂടി നബി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷേ നബി തങ്ങൾ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം ഒട്ടകം തന്റെ തല താഴ്ത്തുന്നു, അതിന്റെ മുട്ടുമടക്കുന്നു. ഒരാട്ടിൻകുട്ടിയെ പോലെ, അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒട്ടകം സമർപ്പണമാകുന്നു. ജാഅത് ലിദാവതിഹിൽ അസ്ജാറു സാജിദതാ تمثيليه على ساق بلا قدم كأنما سطرا سطرا لما كتبا فروها من بديع الخلق في اللقم مثل الغمامة أن نثار صائرة تطيها الروضي سل الهجير رمي. ഒട്ടകം മുട്ടുകുത്തുമ്പോ നബി തങ്ങൾ ആ ഒട്ടകത്തെ തലോടുന്നു. സ്നേഹമസന്നതയോടുകൂടി അതിനെ തലോടിക്കൊണ്ട് നബി തങ്ങൾ അതിനോട് ഉപദേശം നൽകുന്നു. വേണ്ട, അതിക്രമമരുത്, ക്രൗര്യതയരുത്, മുതലാളിക്ക് വേണ്ടി വഴിപ്പെട്ട് ജീവിക്കലാണ് നിന്റെ ധർമ്മമെന്ന് പഠിപ്പിക്കുന്നു. അതിന്റെ മുമ്പിൽ വെച്ച് ലോകത്ത് നാൽക്കാലികളോടെയാണ് പെരുമാറേണ്ടതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. നേരെ ഇതിന്റെ മുതലാളിയെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈ മിണ്ടാപ്രാണിയായ ജീവിയെ നീ വിശ്വസിക്കരുത്, അതിന്റെ
ദാഹിക്കുന്ന തരത്തിൽ അതിനെ പെരിയുന്ന വെയിലത്തിടരുത്, അതിനെ താങ്ങാത്ത ഭാണ്ഡം ചുമപ്പിക്കരുത്, അതിനെ നിയന്ത്രണം വിട്ട് പണിയെടുപ്പിക്കരുത്. ഒരു നാൽക്കാലികളോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ അജയ്യനായ നേതാവിന് പകരം വയ്ക്കാൻ ലോകത്തൊരു നേതാവ് വേറെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നേതരയോടെ ഉണർത്തട്ടെ. അതിനെ സമൂഹത്തിന്റെ വികലമായ ചിത്രീകരണങ്ങളിലൂടെ ഈ നേതാവാണ് മോശമാക്കപ്പെടുന്നതെങ്കിൽ, ഈ നേതാവിനെയാണ് സിയോണിസത്തിന്റെയും ഫാസിസത്തിന്റെയും കരങ്ങളിലൂടെ വളരെ മോശമായി ലോകത്ത് ചിത്രീകരിക്കപ്പെടുന്നുവെങ്കിൽ പഠിക്കട്ടെ ഇവർ, ഈ നേതാവിനെ മനസ്സിലാക്കട്ടെ ഇവർ. അത്തരത്തിലുള്ള കാർട്ടൂണുകളുടെ പിന്നിൽ പ്രവർത്തിച്ചവർ പോലും അവസാനം ലോകത്തുള്ള ഈ വിപ്ലവം കണ്ടപ്പോ, ഈ ഇസ്ലാമിനെ പഠിക്കാതിരുന്നപ്പോ, ഈ സമുന്നത നേതാവിനെ പഠിക്കാതിരുന്നപ്പോ ഒരു ഉള്ളമാനം കരയരുതെന്നും, ഒരു ഉൾമാനം കരയരുതെന്നും, ഒരു മക്കളും അനാഥാർത്ഥപ്പെടരുതെന്നും, ഒരു നാടുകളും മൃഗീയമാക്കപ്പെടരുതെന്നും, ഒരു നാടുകളും വർഗീയതയാക്കപ്പെടരുതെന്നും, ഒരു കുട്ടി പോലും ഉപദ്രവിക്കപ്പെടരുതെന്നും, ഒരു പുൽനാമ്പ് പോലും ആവശ്യമില്ലാതെ പുഴുതെടുക്കരുതെന്നും ലോകത്തെ പഠിപ്പിച്ച ഈ നേതാവിന്റെ കരുണയും കൃപയും വിശാലതയും ലോകം തിരിച്ചറിഞ്ഞപ്പോ ഇതേ പിന്നിൽ പ്രവർത്തിച്ചവർ പോലും മാനസാന്തരപ്പെട്ടുകൊണ്ട് രബിത്തങ്ങളുടെ വിശുദ്ധമായ റൗളയുടെ മുമ്പിൽ പൊട്ടിവീണ വാക്ക് ചോദിച്ചൊരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകത്തിന് എക്കാലത്തും അഭിമാനിക്കാനുള്ള അനുഗ്രഹീത നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം കണ്ടോ പ്രിയപ്പെട്ടവരെ? നബിത്തങ്ങളുടെ ഉപദേശമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് പിന്മാറിയപ്പോ ഈ ഒട്ടകം നബിത്തങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഇവിടെയാ അത് കഴിഞ്ഞു. മറ്റൊരു സമയത്ത് നബി തങ്ങൾ പുറത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വല്ലാതെ ഖളാഉൽ ഹാജത്തിന് ആവശ്യം വന്നു, മലമൂത്ര വിസർജനത്തിന് ആവശ്യം വന്നു. നബിയുടെ പ്രത്യേകത ഭയങ്കരമായി പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയ ഒരു കുട്ടിക്ക് കാണാൻ കഴിയില്ല, അത് അപ്പോൾ തന്നെ ഭൂമി ഭക്ഷിക്കും അല്ലെങ്കിൽ വീഴും. ഏത് പദവും നമുക്ക് ഉപയോഗിക്കും, അത്ര പവിത്രമാണ് നബി തങ്ങൾ. ഉടനെ നബി തങ്ങൾ കൂടുതൽ സ്വഹാബി വിളിച്ചിട്ട് പറഞ്ഞ് ദൂരെ ദിക്കിലുള്ള ഒരു കൂട്ടം മരങ്ങൾ നോക്കി പറഞ്ഞ് വിളിക്കാൻ നബി വിളിക്കുന്നു എന്ന് പറയാൻ ഒരു നേതാവുണ്ട് പ്രിയപ്പെട്ടവരെ. നേരെ ചെന്നു മരങ്ങളോട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി നിശ്ചയം നബി തങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. ഉടനെ എന്ത് സംഭവിച്ചെന്നറിയോ? മരല്ലേ എന്നാ വിചാരം? അല്ല, അസ്ജാറു സാജിദതാ തംസീലൈഹി അലാ സാഖിൻ ബിലാ ഖദമി മിസ്ലൽ ഗമാമതി അൻ നസാറ സായിറതാ തഖീഹൻ വതി സില്ലൽ ഹജീരി ഹബീ. നബി തങ്ങൾ വിളിച്ചു എന്ന് കേൾക്കേണ്ട താമസം പൈലിപ്പോലത്തെ കൊടുങ്കാറ്റുകൾ ഇന്ത്യയുടെ തെരുവോരങ്ങൾ ആഞ്ഞടിച്ചപ്പോ ഒഡീഷയടക്കമുള്ള ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ ചരിത്രപൂർവ്വമുള്ള മണ്ണുകൾ പോലെ യുദ്ധകളങ്ങളായി മാറിയെങ്കിൽ ഈ കൊടുങ്കാറ്റിൽ ആഞ്ഞടിക്കുമ്പോ അലയടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴുതെറിയപ്പെടുന്ന മരച്ചില്ലകൾ പോലെ ഈ സമാധാന അന്തരീക്ഷത്തിൽ പോലും നബി തങ്ങൾ വിളിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഈ മരക്കൂട്ടങ്ങൾ ഇളകാൻ തുടങ്ങി, അതാടാ തുടങ്ങി, അതാടി ഉലകുകൊണ്ട് സ്വയം പിഴുതുമാറി. എന്നിട്ട് അത് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒഴുകി വരാൻ തുടങ്ങി. നബി തങ്ങൾക്ക് മറസൊട്ടിച്ചു, നബി തങ്ങൾ ആവശ്യം നിർവഹിച്ചു. അവസാനം മരങ്ങളോട് തിരിച്ചു പോകാൻ പറഞ്ഞു. നബി തങ്ങൾ പറയേണ്ട താമസം ഈ മരക്കൂട്ടങ്ങൾ ഒന്നാകെ നബി തങ്ങൾക്ക് സുജൂദ് ചെയ്തു. അത്ഭുതം പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ബുദ്ധിയില്ലാത്ത ഒട്ടകം നബിക്ക് സുജൂദ് ചെയ്തു, നിർജീവമായ മരക്കൂട്ടങ്ങൾ നബിക്ക് സുജൂദ് ചെയ്തു. ഈ രണ്ട് വിവരങ്ങളും തിരിച്ചറിഞ്ഞ സാക്ഷികളായ സ്വഹാബത്തുൽ കിറാം, സൽമാനുൽ ഫാരിസി എന്ന പേർഷ്യക്കാരനായ ബുദ്ധിരാക്ഷസനായ സ്വഹാബിയെ ചട്ടം കൂട്ടി. എന്നിട്ട് അവരെല്ലാവരുടെയും ശബ്ദമായി മഹാനായ സൽമാനുൽ ഫാരിസി നബി തങ്ങളുടെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, നബിയേ, ബുദ്ധിയില്ലാത്ത ഒട്ടകം അങ്ങക്ക് സുജൂദ് ചെയ്തല്ലോ നബിയേ,
നിർജീവമായ മരക്കൂട്ടങ്ങൾ അങ്ങക്ക് സുജൂദ് ചെയ്തല്ല നബിയേ. ഞങ്ങളാണ് അങ്ങക്ക് സുജൂദ് ചെയ്യാൻ ഏറ്റവും അവകാശപ്പെട്ടവർ. അതുകൊണ്ട് ഞങ്ങളൊന്ന് സുജൂദ് ചെയ്യട്ടെ നബിയേ. വർഷങ്ങളായി കൊതിച്ചു നടക്കുന്ന വലിയൊരു ആഗ്രഹമാണ് അങ്ങയുടെ ശറഫാക്കപ്പെട്ട കാൽപാദങ്ങളിൽ ഞങ്ങളെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട്, ഞങ്ങളെ നെറ്റിത്തടങ്ങൾ അമർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങക്ക് വേണ്ടി പഞ്ചപുച്ഛമടക്കി സമർപ്പിക്കട്ടെ നബിയേ. ആഗ്രഹത്തോടുകൂടി, കൊടിയോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി സ്വഹാബത്ത് ചോദിച്ചപ്പോ നബി തങ്ങൾ അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പെങ്ങളെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനം തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് നിന്റെ ഭർത്താവിന്റെ വില തിരിച്ചറിയേണ്ടത്. അവൻ എത്ര ബുദ്ധി കുറഞ്ഞവനുമാകട്ടെ, അവനെ തൊട്ടാൽ പൊള്ളും നിങ്ങളുടെ ജീവിതം, പൊള്ളും നിങ്ങളുടെ ആശ്രയം, നശിക്കും നിങ്ങളുടെ സ്വർഗം. തിരിച്ചറിയുക, അല്ല മാപ്പ് തരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അത്ര ഭീകരമാണ് നിങ്ങളുടെ ഭർത്താവിനോടുള്ള നിങ്ങളുടെ ബാധ്യത. നബി തങ്ങൾ പറഞ്ഞു, പറ്റില്ല സൽമാൻ, എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല. ഒരടിമയും മറ്റൊരടിമയ്ക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും ഒരാൾ സുജൂദ് ചെയ്യരുത്. സുജൂദിന്റെ അവകാശം അല്ലാഹുള്ളതാണ്. അതുകൊണ്ട് പരമോന്നത കോടതിയുടെ ഉടമസ്ഥനായ, പരമോന്നത നീതിപീഠത്തിന്റെ യജമാനനായ, സടകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹുക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ ഇനി ആരെങ്കിലും ഭൂമി മുന്നിൽ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമായിരുന്നുവെങ്കിൽ, അങ്ങനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, ഒരിക്കലും എനിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുമായിരുന്നില്ല. എനിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നില്ല. മറിച്ച് ലൗ അമർതു ലി അഹദിൻ അയ്യസ്ജുദ ലി അഹദിൻ, ഒരാളെ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെങ്കിൽ ലഅമർതുൽ മർഅത, പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഭാര്യയോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അൻതസ്ജുദ ലി സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ സുജൂദ് ചെയ്യാൻ. അതേ ഉമ്മ, അതേ നഗരൂരത്തെ പെങ്ങളെ, അല്ലാഹു സുജൂദ് എങ്ങാനും അനുവദിച്ചു തന്നിരുന്നുവെങ്കിൽ, മുത്തുനബി അനുവദിച്ചു തന്നിരുന്നുവെങ്കിൽ, ഇത് നിങ്ങളോട് പ്രസംഗിക്കുന്ന അബൂറബിന്റെ വാക്കല്ല, നബി തങ്ങളാണ് പഠിപ്പിച്ചത്. മോളെ, ആരാണ് നിന്റെ കെട്ടിയവനെന്ന് തിരിച്ചറിഞ്ഞോ? ആരാണ് നിന്റെ മക്കളുടെ പ്രിയപ്പെട്ട പിതാവെന്ന് തിരിച്ചറിഞ്ഞോ? ആരാണ് നിന്റെ ഭർത്താവിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ എങ്ങാനും നബി തങ്ങൾ അനുവദിച്ചിരുന്നുവെങ്കിൽ, ഓരോ ദിവസവും രാവിലെ സുബഹിക്ക് വേണ്ടി ഒന്ന് വെളുത്തിട്ട് ആദ്യം നിങ്ങളുടെ ഭർത്താവിന്റെ കാൽ ചുവട്ടിൽ വെച്ച് അവന്റെ കാൽപാദങ്ങളിലേക്ക് സുജൂദ് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നുവെന്ന് കാലത്തിന്റെ മുത്തുമോമിനീങ്ങളുടെ സത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് തന്നെ പോരെ ആരാ ഭർത്താവ് എന്ന് മനസ്സിലാക്കാൻ. ഇത് തന്നെ പോരെ പ്രിയപ്പെട്ട സഹോദരിമാരെ. ഭർത്താവിനോടുള്ള ബാധ്യത കേട്ടിട്ട് കല്യാണം കഴിക്കാത്തവരുണ്ട്. ഭർത്താവിനോടുള്ള ബാധ്യത കേട്ടിട്ട് നബിയുടെ കാലത്ത് മഹദിയായ പിന്നെ അൻസാറിൽപ്പെട്ട ഒരു മഹദി, ഈ മഹദി എത്ര പറഞ്ഞിട്ടും കല്യാണത്തിന് തയ്യാറായി. അവസാനം വീട്ടുകാരും കുടുംബമൊക്കെ ഈ മഹദി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വന്നിട്ട് അവസാനം അവരെ വിളിച്ചു നേരെ കൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, നബിയെ എത്ര പറഞ്ഞിട്ടും ഇവളൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് അവിടെ നിന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. എന്താ ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞോ? കളിയാളല്ലത്. അവൻ വരുമ്പോ ടിവിയുടെ മുമ്പിൽ തപസ്സിരുന്നാലൊന്നും പറ്റൂല. ടിവിയുടെ മുമ്പിൽ തപസ്സിരിക്കും. അവൻ വെള്ളം ചോദിച്ചാൽ പറയും പരസ്യം വരട്ടെ, പരസ്യം വരുമ്പോ തരാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭർത്താക്കന്മാരെ കണ്ടിട്ടാണ് ഇവരൊക്കെ പരസ്യം നിശ്ചയിച്ചെന്ന് തോന്നുന്നു. പരസ്യം പ്രോത്സാഹിപ്പിക്കേണ്ട കാലമാണ്. ഇനി അഥവാ അതിനിടയിൽ ഞാൻ ആരെങ്കിലും 10 പേര് വിരുന്നുകാരും കൊണ്ട് വന്ന ഈ പാവപ്പെട്ട അന്നത്തെ ദിവസം പട്ടിണിയാണ്, ഒരു സാധനം തരില്ല. ഇനിയൊരു പള്ളിയിൽ നിസ്കരിക്കാനും പോണ്ട, എന്റെ ടി വി കാണലും നടക്കൂല എന്ന് പറയുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിമിത്തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്താ ഇത്? എന്റെ ചര്യല്ലേ നിക്കാഹ്? കല്യാണം നടത്തണം, ഒരു പുരുഷനെ ഇണയായി സ്വീകരിക്കണം, എല്ലാം കേട്ടു. എന്നിട്ട് അവസാനം എന്ത് നബി പറഞ്ഞാലും തിരുമൊഴിയില്ലല്ലോ, കേട്ടങ്ങനെ പോവും. പക്ഷേ ഈ ബുദ്ധിമതിയായ മഹദി നബിയോട് തിരിച്ചു പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ് മാ ഹഖുൽ മർഅതി ലിസൗജിഹാ, മോനെ മാ ഹഖുൽ മർഅതി ലിസൗജിഹാ, എന്താ തങ്ങളെ ഭർത്താവിനോടുള്ള ഒരു പെണ്ണിന്റെ ധർമ്മം, ബാധ്യത പറഞ്ഞു. എന്തിനാ പെങ്ങൾ ചോദിച്ചെന്നറിയോ? എന്റെ നഗരൂരുകാരായ സഹോദരിമാര് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ
അവരോടുള്ള ധർമ്മം എന്തെന്നും കടപ്പാട് എന്തെന്നും പഠിക്കാൻ വേണ്ടിയിട്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചു, എന്താ നബിയെ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനോടുള്ള ധർമ്മം? നബി തങ്ങൾ ചോദിച്ചു, അത് നിനക്കറിയണോ? ദേ അറിയണം. നബി പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ തല, എന്റെ പെങ്ങൾ ആലോചിച്ചു, ഭർത്താവിന്റെ തലച്ചോറിനകത്തെങ്ങാനും ഒരു മുറിവ് പറ്റും, ആ മുറിവ് പഴുത്ത് വ്രണമായി അവസാനം അതിൽ നിന്ന് ചലമൊലിക്കാൻ, അത് അളിഞ്ഞിട്ട് ചലമൊലിച്ചു, വല്ലാതെ ദുർഗന്ധമുള്ള രക്തവും പഴുപ്പും കൂടി കലർന്ന തരത്തിലുള്ള ഒരു തരം ചലം, വല്ലാത്ത അത് കെട്ടിക്കിടന്ന് ദിവസങ്ങളോളം കഴിഞ്ഞോ. അങ്ങനെ ദിവസങ്ങളോളം പഴുകിയിട്ട് ഈ ചീഞ്ചലം നിന്റെ ഭർത്താവിന്റെ മൂക്കിലൂടെ ഒലിച്ചിറങ്ങുന്നു. അങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അത് അവന്റെ ശരീരത്തിലൂടെ കണങ്കാലിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ പോലും മൂക്ക് പൊത്തിപ്പോയി. എന്തോ ഒരു ദുർഗന്ധമാ, അയൽക്കാര് പോലും ഛർദിച്ചു പോയി. അത്ര വല്ലാത്ത ദുർഗന്ധം, അടുത്താരും അടുക്കുന്നില്ല, വല്ലാത്ത ദുർഗന്ധം. ബന്ധുക്കള് പോലും അകന്നു പോകുന്ന തരത്തിലുള്ള ദുർഗന്ധം. ഈ ദുർഗന്ധമുള്ള ചലം ഇവന്റെ മൂക്കിൽ നിന്ന് ഒലിച്ചിട്ട് അത് അവന്റെ കണങ്കാൽ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്റെ നഗരൂരത്തെ പെങ്ങൾ ഈ പെങ്ങളെ നീ ഓടിച്ചെന്നുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ മൂക്ക് മുതൽ കാല് വരെ ഒലിച്ചു നിൽക്കുന്ന ഈ ചീഞ്ചലം മുഴുവനും നീ ഒപ്പിയെടുക്കുന്നു. എങ്ങനാ ഒപ്പുന്നതെന്നറിയുമോ? മൂക്ക് പൊത്തിയിട്ടല്ല, അതല്ലെങ്കിൽ മനം മറിച്ചിട്ടല്ല, അതല്ലെങ്കിൽ ഓക്കാനം വന്നിട്ടില്ല. പൂർണ്ണമായ തൃപ്തിയോട് ഇതെന്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്റെ ഭർത്താവിനോടുള്ള കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്റെ പൊന്നമോളന്റെ ഭർത്താവിന്റെ മൂക്ക് മുതൽ കണങ്കാല് വരെ ഒലിച്ചു നിൽക്കുന്ന ഈ ചീഞ്ചലം മുഴുവനും ഒപ്പിയെടുക്കുന്നു. എങ്ങനാ ഒപ്പുന്നതെന്നറിയുമോ? നിങ്ങളെ കയ്യിലുള്ള തൂവാല കൊണ്ടല്ല, തോർത്തുകൊണ്ട് കൊണ്ടല്ല, നിങ്ങളെ തലയിലിട്ടിരിക്കുന്ന ഷോള് കൊണ്ടല്ല, മറിച്ച് എന്റെ പെങ്ങളെ നിന്റെ നഗ്നമായ നാവ് കൊണ്ട് നീ കറി രുചിക്കുന്ന, നീ ടേസ്റ്റ് അളക്കുന്ന, നിനക്ക് അനുഗ്രഹമായി തന്നിരിക്കുന്ന നിന്റെ അനുഗ്രഹീത അവയവമായ നിന്റെ നാവ് കൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഈ ചീഞ്ചലം മുഴുവനും ഒരൽപ്പം പോലും വെറുപ്പില്ലാതെ നീ ഒപ്പിയെടുക്കുന്നു. അങ്ങനെ പൂർണ്ണമാക്കി നാവ് കൊണ്ട് അവന്റെ ശുദ്ധിയാക്കിയാലും മോളെ നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത എന്നാലും നിനക്ക് തീരില്ല, നിന്റെ കടപ്പാട് തീരില്ല, നിന്റെ സമർപ്പണം തീരില്ല. നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ കൂടുതൽ? എന്റെ പെങ്ങളെ ആകെ 5 കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. കൂടുതലൊന്നും വേണ്ട. ഞങ്ങൾക്ക് പറ്റൂല അതൊന്നും. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് പള്ളി നോക്കണം, അല്ലേ സെക്രട്ടറി? അല്ലേ മനാഫ് സാറേ? നമുക്ക് അങ്ങനെ, മനാഫാജി, നമുക്ക് അങ്ങനെ കുറെ ഇടപാടുകളുണ്ട്. പള്ളി നോക്കണം, പിന്നെ മദ്രസ നോക്കണം, അതിന് പിരിവുണ്ടാക്കണം, അതിന് അബൂറബീസാനെ കൊണ്ടുവരണം, സജീവനെ മൈക്ക് വയ്ക്കണം. ഇങ്ങനെ ഒരുപാട് പണിയുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കണം. ഇങ്ങനെ ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. ഇതെല്ലാം കൂടെ കാട്ടിക്കൂട്ടിയാലും അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അപ്പുറത്തൊന്ന് കാലുകുത്താൻ സ്വർഗത്തിൽ. പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന വലിയൊരു ഓഫർ. 4 കാര്യങ്ങൾ ജീവിതമാക്കിയാൽ മതി. 4 കാര്യം എങ്കിൽ തന്നെ നമുക്ക് തരണതാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശിബൂക്കാൻ ചെല്ലേ. പടച്ചോനെ, ഞാൻ ചാത്തന്നൂർ പള്ളിക്ക് വേണ്ടി ഓടി നടന്നല്ല അബൂ റബീ ഉസ്താദിന്റെ മൗലിദ് വരുന്ന ദിവസവും എന്റെ പണി. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതൊക്കെ നിന്നെ മാനിച്ചിട്ടാ പടച്ചോനെ. അതുകൊണ്ട് സ്വർഗം അല്ലാഹുടെ കരുണ കൊണ്ട് അല്ലാഹു വിളിക്കും. വാശിബു ദേ അതിലൂടെ അംഗീകരിക്കോ. ഒരു വാതിലാണ് കൊടുക്കും. സ്വർഗത്തിന്റെ വാതിലാ, ചെറുതല്ല. പക്ഷെ നിങ്ങളിലേക്ക് ചേർക്കുമ്പോ പറയും അതിലൂടെ ശിബു പോണം. അല്ലാഹു ആ ഭാഗ്യം നമുക്കൊക്കെ തരുമാറാകട്ടെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടേ നമുക്ക് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് അങ്ങനെയല്ല. സ്വർഗത്തിന്റെ 8 വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇഷ്ടമുള്ളിടത്തോടെ കയറി പോവാം. എന്താണെന്നറിയോ? 4 കാര്യം ജീവിതമാക്കിയാൽ മതി. 4 കാര്യം, കൂടുതലൊന്നും വേണ്ട. ഇതാ പഠിച്ചോ. അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ വസാമത് ശഹറഹാ വഹഫിലത് ഫർജഹാ വഅതാഅത് സൗജഹാ ഫൽതദ്ഖുലിൽ ജന്നah
മിൻ അയ്യി അബ്വാബിൻ ശാഅത്ത് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ നഗരൂരിലെ പെങ്ങളെ, നീ അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹ, നിന്റെ ശുദ്ധിയുള്ള കാലയളവുകളിൽ ഒരു സുബ്ഹി നിസ്കാരം പോലും കളാക്കാതെ നീ കൃത്യമായ നിസ്കാരം നിലനിർത്തിയാൽ, വസ്വാമത്ത് ശഹ്റഹ, നിർബന്ധമായ റമദാനിലെ 30ഓ 29ഓ വരുന്ന നോമ്പ് അത് കൃത്യമായി നീ പിടിച്ചു വീടുകയും ഈ നോമ്പിന്റെ കാലയളവുകളിൽ നിനക്ക് അശുദ്ധി ഉണ്ടായാൽ ആ അശുദ്ധി ഉണ്ടായ കാലഘട്ടത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് വല്ലാതെ സമയം കളയാതെ നീ ഖളാ വീട്ടിയെടുത്ത് പൂർത്തീകരിക്കുകയും ചെയ്താൽ ഇത് രണ്ടും ഏകദേശം ഓക്കേ. മൂന്നാമത്തത് വഹഫിലത്ത് ഫർജഹ, നിന്റെ ഔറത്തിനെ അന്യപുരുഷന്മാരെ തൊട്ട് നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ ഒരു മഴയാ ജീവിതം കംപ്ലീറ്റ്. ഒരു നോട്ടം കൊണ്ട് പോലും ഭർത്താവിനെ വഞ്ചിക്കുന്നില്ല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അത്തരത്തിൽ വഹഫിലത്ത് ഫർജഹ, നിന്റെ ഔറത്തിനെ നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ. നാലാമത്തത് വഅത്വാഅത്ത് സൗജഹ, നിന്റെ ഭർത്താവിനെ എല്ലാ തരത്തിലും തൃപ്തിയാക്കാൻ വേണ്ടി നിന്റെ ആയുസ് കൊണ്ട് നീ മത്സരിച്ചാൽ, വഅത്വാഅത്ത് സൗജഹ, നിന്റെ ഭർത്താവിന്റെ തൃപ്തി മാത്രം മോഹിച്ചുകൊണ്ട് നിന്റെ ഭർത്താവിന് വേണ്ടി നീ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്താൽ, എന്റെ നഗരൂരത്തെ പെങ്ങളെ, ഈ 4 കാര്യം നിന്നിലുണ്ടെങ്കിൽ ഫൽതദ്ഖുലുൽ ജന്ന, നാളെ നഗരൂരത്തിലെ ആണുങ്ങളൊക്കെ വിറവിരച്ച് നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഈ 4 കാര്യം ജീവിതമാക്കിയതിന്റെ പേരിൽ പൊന്നുമോളെ നിന്നോട് വിളിച്ചു പറയപ്പെടും, കയറിപ്പോവേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയോ. മിൻ അയ്യി അബ്വാബിൻ ശാഅത്ത്, സ്വർഗ്ഗത്തിന്റെ എല്ലാ വാതിലുകളും നിനക്ക് തുറന്നു തന്നു കണ്ട് ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു തആല നിന്നോട് പറയുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമാകണം ഈ മജ്ലിസ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا ونبينا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين يا الله, കരുണക്കടലായ അല്ലാഹ്, സ്നേഹനിധിയായ അല്ലാഹ്, പരമദയാലുവായ അല്ലാഹ്, അല്ലാഹ്ന്നുള്ള വിളിയിൽ പോലും ഞങ്ങൾക്ക് വല്ലാത്ത സമാധാനം തരുന്ന അല്ലാഹ്, ഈ പാവങ്ങളുടെ വിളിയാളം കേൾക്കണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്. നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ലേ അല്ലാഹ്. നീ എങ്ങാനും ഞങ്ങളെ തള്ളിക്കളഞ്ഞാൽ പോടാ പിന്നെ വാടാ എന്ന് പറഞ്ഞുകൊണ്ടെങ്ങാനും ഇജാബത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ നീ കൊട്ടിയടച്ചാൽ അല്ലാഹുവാണ് റബ്ബേ, പിന്നെ അനാഥര് ഞങ്ങളാണ് അല്ലാഹ്. യതീമുകൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളാണ് അല്ലാഹ്. ഒരു സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് അഭയം കിട്ടില്ലേ അല്ലാഹ്. കാരണം ആകെ ഞങ്ങൾക്കുള്ളത് നീ മാത്രമാണ് തമ്പുരാനെ. നീ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല റബ്ബേ. നീ സ്നേഹിച്ചതുപോലെ ഇന്നുവരെ ഞങ്ങളെ ഒരാളും സ്നേഹിച്ചിട്ടില്ല തമ്പുരാനെ. നീ എങ്ങാനും ഞങ്ങളെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ആര് ഞങ്ങളെ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് പരമദയാലുവായ റബ്ബേ,
നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഉത്തരം തരണേ അല്ലാഹ്.